ഹലോ, വെൽക്കം. ദിസ് ഈസ് എ ചാറ്റ് വിത്ത് രാഹുൽ ജനാർദ്ദനൻ. രാഹുൽ ഒരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്. മീൻസ് ഹി ഡു ഡിസൈനിങ്, മോഷൻ ഗ്രാഫിക്സ്, ഫോട്ടോഗ്രാഫി, ആനിമേഷൻ എക്സെട്ര. രാഹുൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ പ്ലസ് ഫ്രീലാൻസറായിട്ടാണ് വർക്ക് ചെയ്യണത്. ആൻഡ് രാഹുൽ ഒരു ഭയങ്കര ടെക് എന്തൂസിയാസ്റ്റ് കൂടിയാണ്. നത്തിങ് കമ്മ്യൂണിറ്റിയിൽ രാഹുലിൻ്റെ കോൺട്രിബ്യൂഷനോട് ഭയങ്കര ഫേമസ് ആണ്. മാത്രമല്ല, രാഹുൽ നത്തിങ്ങുമായിട്ട് പാർട്ണർ ചെയ്തിട്ട് നത്തിങ്ങിന് വേണ്ടി നത്തിങ് ഫോൺ 2 ലോഞ്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് ചാറ്റ് രാഹുൽ എങ്ങനെയാണ് ഈ ഫീൽഡിൽ എത്തിയത്, അതുപോലെ ലൈഫ് ആസ് എ ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ, മേക്കിംഗ് എ ലിവിങ് ആസ് എ ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ, അതിൻ്റെ സ്ട്രഗിൾസ് എന്താണ്, ബെനിഫിറ്റ്സ് എന്താണ്, അതുപോലെ നത്തിങ്ങായിട്ട് വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്, നത്തിങ് CEO കാൽപ്പേനെ മീറ്റ് ചെയ്ത എക്സ്പീരിയൻസ്, രാഹുൽ ചെയ്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് പ്രോജക്ട്സ്, ഫ്യൂച്ചർ ഓഫ് ടെക്, അതുപോലെ ഇമ്പാക്ട്സ് ഓഫ് AI ഇൻ ക്രിയേറ്റീവ് ഫീൽഡ്, ഹ്യൂമനോയിഡ് റോബോട്ട്സ്, പിന്നെ കുറച്ച് കൂൾ കമ്പനീസ്, ടെക് പേഴ്സണാലിറ്റീസ് ഓരോ കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ ആവുന്നുള്ളതിനെ കുറിച്ചും രാവിലെ സംസാരിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു 1 മിനിറ്റ് പിച്ച് പോലെ ഒരാളൊന്ന് ചോദിക്കാൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, വാട്ട് യു ഡു ഫോർ ലിവിങ്ങോ അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ 1 മിനിറ്റ് പിച്ച് എന്താ? 1 മിനിറ്റാ? ബേസിക്കലി ഒരു ഫ്രീലാൻസറാണ്. മെയിൻലി ഡിസൈൻ, ആനിമേഷൻ സാധനങ്ങളാണ് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒക്കെ ഉണ്ട്. അതാണ് എൻ്റെ ആസ് എ ജോബ്. പിന്നെ ഓൾസോ എന്താ പറയുക, സൈഡ് പ്രോജക്ട്സും ചെയ്യും, പേഴ്സണൽ പ്രോജക്ട്സ് ഒക്കെ. ഇപ്പോൾ ജോബിൻ്റെ ഭാഗമായിട്ടല്ല, പക്ഷെ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും പാഷൻ കാരണം ചെറിയ ചെറിയ പ്രോജക്ട്സുകളൊക്കെ ചെയ്യും. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗമായിട്ടും പിന്നെ ഒരു ഫൺ എന്നുള്ള രീതിയിലും ഓരോ ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ അതൊന്ന് ചുമ്മാ ചെയ്ത് നോക്കും. അത് വർക്കിലും ഹെൽപ്പ് ചെയ്യും ആ ഒരു സ്കില്ല് പഠിക്കാനായിട്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതൊരു ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ നത്തിങ് 2 ലോഞ്ച് വീഡിയോ ഒക്കെ ചെയ്തില്ലേ, ലോഞ്ച് വീഡിയോ, അതൊക്കെ സൈഡ് പ്രോജക്റ്റ് ആണോ? അല്ലല്ല, അത് പ്രോപ്പർ വർക്കായിരുന്നു. അത് അവർ ഇങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് ചെയ്യുമെന്ന് ചോദിച്ചൊരു വർക്കായിരുന്നു. നിങ്ങളെ ഞാൻ കാണുന്നത് ഫിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ്, സ്റ്റോറീസ് വഴി. പിന്നെ ആ ഗ്യാങ്ങിൽ ഉള്ള അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ ട്വിറ്ററിൽ എന്താ പറയുക, നത്തിങ്ങിൻ്റെയും അതേപോലെ ടെക് ഫീൽഡിൽ കണ്ടപ്പോഴാണ് പിന്നെ ശ്രദ്ധിച്ചത്. നിങ്ങളെങ്ങനെ ഈ ഫിറോസ് ആ ഗ്യാങ്ങിൽ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ അതോ? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് അല്ല, അവർ ഇതുപോലെ ഇൻസ്റ്റ വഴിയുള്ള പരിചയമായിരുന്നു എനിക്ക് ആദ്യം. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് പണ്ട് തൊട്ടേ. അതിനിടയിൽ ആ ടീമിൽ യാസീൻ MK എന്ന് പറഞ്ഞിട്ടൊരു ഒരാളുണ്ട്. അപ്പോൾ അവനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട്. അപ്പോൾ കുറച്ച് സംസാരിച്ച് അവൻ എൻ്റെ നമ്പറും വാങ്ങിച്ചു പോയി. ഒരു അപ്പോൾ രാജകുമാരി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ടീം ഫോം ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ മോഷൻ ഗ്രാഫിക്സ് ഒക്കെ ചെയ്യും ഉള്ളതുകൊണ്ട് വല്ല വർക്ക് ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് കുറച്ച് നമ്പർ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഉണ്ടെന്നുകൊണ്ട് വിളിച്ച്, അങ്ങനെയാണ് ആദ്യമായിട്ട് അതിൽ അവരൊക്കെ കാണുന്ന. യാസീൻ നമുക്ക് തന്നെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കാണാൻ പറ്റുന്നപ്പോഴാണ്. വർക്കായിട്ട് ഒരു കുറച്ച് നാളുണ്ടായിരുന്നു. അത് പക്ഷെ ഒരു ടെമ്പററി പ്രൊജക്റ്റ് ആയിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ഒരു വേറൊരു പ്രൊജക്റ്റിലും കൂടി വർക്ക് ചെയ്ത്, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിക്ക് അവർ വേറൊരു റൂം നോക്കാൻ സ്പേസ് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സ്ട്രാ ഒരാളും കൂടി വേണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വെച്ചായിരുന്നു, ഞാൻ എനിക്ക് കൊച്ചിക്ക് മൂവ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ചോദിച്ച് വരുന്നുണ്ട്. എൻ്റെ സ്ഥലം നാട്ടിക, തൃശ്ശൂർ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവർ മൂവ് ചെയ്യുമ്പോൾ വിളിച്ചപ്പോൾ ചെന്ന് അന്നൊട്ടാണ് രാജകുമാരിയിൽ കയറിയത്. ഓരൊക്കെ പണ്ടേ ഫ്രണ്ട്സ് ആണ്, ബാക്കിയുള്ളവരൊക്കെ ഫിറോസ്, വാജി, അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. യാസീനും യാസി സ്പൈ, അത് വേറൊരു യാസീനാ. അവർ രണ്ടുപേരും അല്ലാണ്ട് കണക്ട് ആയതാ. പിന്നെ അവരൊക്കെ 4 പേര് പിന്നെ ഇൻസ്റ്റ വഴിയുള്ള കണക്ഷൻ.
നിങ്ങൾക്ക് എന്താ പറയുക ഫോട്ടോഗ്രാഫി, വിഷ്വൽ ആർട്ടിസ്റ്റ് സംഭവങ്ങളൊക്കെ പണ്ടേ ചെറുപ്പത്തിലെ താല്പര്യമുള്ള സംഭവങ്ങളോ? ചെറു ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി താല്പര്യം ഇപ്പോൾ ക്യാമറ ഫോൺ കിട്ടിയപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ക്യാമറ ഇല്ലായിരുന്നു. ഫോൺ കിട്ടുന്നത് ഇതുപോലെ കോളേജിലൊക്കെ എത്തിയതിന് ശേഷം. അധിക കാലമായിട്ടില്ല. ഒരു 2000 കോളേജ് എന്ന് പറയുമ്പോൾ 2015 കോളേജ് കയറി. അന്നേ ഫോണ് വാങ്ങിക്കുന്നത്. അപ്പം അന്ന് നിങ്ങൾ കോളേജ് പഠിച്ച് ഇതായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആണോ, അതോ ആ, മൾട്ടിമീഡിയ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ല, ഞാൻ ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. അപ്പം അങ്ങനെ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് എനിക്ക് കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ഡിസൈനിങ് ഇല്ല, പക്ഷെ ഫോട്ടോഷോപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഫോട്ടോ ഡിജിറ്റലി വരയ്ക്കുമായിരുന്നു. വരയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അതും പക്ഷെ വളരെ ബേസിക് ആയിട്ട്. ഇച്ചിരി കൂടി എനിക്ക് ഇഷ്ടം വന്ന് ഇങ്ങനെ ഡിജിറ്റലി വരയ്ക്കാൻ, ഫോട്ടോഷോപ്പിലൊക്കെ വരയ്ക്കാനും. അപ്പം ആ ഒരു ഫീൽഡിനോട് ഇച്ചിരി താല്പര്യം ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവ് ആയത് കോളേജിന് വന്നതിന് ശേഷം. ഫസ്റ്റ് പൈസ ഉണ്ടാക്കിയതെപ്പോഴോ? ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും പെയ്ഡ് വർക്ക് ചെയ്തപ്പോഴോ? പെയ്ഡ് വർക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എനിക്കൊരു പ്രോപ്പർ പേയ്മെന്റ് കിട്ടിയത് യൂട്യൂബിൽ നിന്നാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ചുമ്മാ അന്നിങ്ങനെ നമുക്ക് ഇപ്പം ജിയോ ഒക്കെ വന്ന സമയമായിരുന്നു. അപ്പോഴെല്ലാവരും യൂട്യൂബൊക്കെ ഇച്ചിരി കൂടി ആക്റ്റീവ് ആയി. അപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതിന് മുമ്പ് വരെ നമ്മൾ 2G വെച്ചായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പോൾ 4G കിട്ടിയപ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് യൂട്യൂബൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നേ. അല്ല, ഒരു സാധാരണ ഒരാൾക്കും പിന്നെ എനിക്കൊക്കെ അങ്ങനെ എന്നുള്ള രീതിയിൽ. അപ്പം അന്ന് ഇങ്ങനെ ഒരു ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് അത്യാവശ്യം ഹിറ്റായപ്പോൾ പേയ്മെന്റ് ഒക്കെ വന്നു തുടങ്ങിയായിരുന്നു. അതിൽ ഒരു വീഡിയോക്ക് എന്തോ 2.7 മില്യൺ വ്യൂസ് അങ്ങനെ, ആ ചാനലാണോ? അത് തന്നെ. എനിക്ക് 3 ഉണ്ടെന്ന് തോന്നുന്നു. 3 എനിക്ക് ഓർമ്മയില്ല, ഞാൻ കുറെ നാളായി നോക്കിയിട്ട്. ആം, അത് പക്ഷെ അന്ന് വെച്ചാൽ നമുക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്ത കാലത്ത് ചെയ്തിരുന്ന വീഡിയോസൊക്കെ. ഡിഗ്രീൻ്റെ അല്ല, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു ഇതാണ് ഫീൽഡ്, എന്താ പറയുക, ബിടെക് അല്ല ഇതാണ് ചെയ്യാൻ പോണത്? പകുതിയായപ്പോൾ മനസ്സിലായായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. എനിക്ക് കോളേജിൽ കയറുമ്പോൾ ഭയങ്കര കോഡിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാ കോഡ് ഭയങ്കര ഫസ്റ്റ് ഇയർ ഒക്കെ നല്ലപോലെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ പയ്യെ പയ്യെ അത് ബോറിംഗ് ആയിട്ട് തുടങ്ങി. പിന്നെ ആ ഫീൽഡ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ജോലി ആയാലും കോർപ്പറേറ്റ് ജോലികളാണല്ലോ. അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഡെവലപ്പറൊക്കെ ആവാൻ ഭയങ്കര പാടാണ്. പിന്നെ നല്ല അത്രയും ഫണ്ണായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടീമിൽ കയറാന്നൊക്കെ ഭയങ്കര പാടാണ്. ഒരു ഡെവലപ്പർ എന്നുള്ള രീതിയിൽ അത്ര ഒരു ഞാൻ കണ്ടെടുത്തോളം കേട്ടോ, എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ ഒന്നും അറിയില്ല. അപ്പം അന്ന് എനിക്ക് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ആർട്ട് അല്ലെങ്കിൽ ഈ ഡിസൈൻ ഫീൽഡായിരുന്നു. പിന്നെ ഇച്ചിരി ചെയ്യാൻ പറ്റുന്നെന്ന് കൂടി തോന്നിയോണ്ട് ഞാൻ കോളേജ് ഒരു 3rd ഇയർ ഒക്കെ ആയപ്പോഴേക്ക് ഉറപ്പിച്ചു ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു മൂഡ് പിടിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ ആയിട്ട് ജീവിച്ച് വരുമാനം ഉണ്ടാക്കൽ ബുദ്ധിമുട്ടാണോ തുടക്കത്തിൽ? മേക്കിംഗ് ലിവിങ് ഇച്ചിരി പാടാണ്. കാരണം ആ ഒരു ക്രിയേറ്റീവ് പാർട്ട് മാത്രം. രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന്, സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല ഇതിൽ. നമുക്ക് ഈ മാസത്തെ വരുമാനമായിരിക്കില്ല അടുത്ത മാസം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മേ ബി നമുക്കൊരു 6 മാസം ഒന്നും ഇല്ലാത്ത മാസങ്ങളുണ്ടാവും. 7ാമത്തെ മാസങ്ങളിലേക്ക് ഒരു വർഷത്തേക്കുള്ള മൊത്തം കിട്ടുമായിരിക്കും. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഈ ഒരു ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ അത്രയും ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് മാറ്റണം. പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്രിയേറ്റീവ് പാർട്ട് മാത്രമല്ല, നമുക്കെല്ലാം നോക്കണം ഇതിൽ. ഇപ്പം നമ്മുടെ ഫിനാൻസ്, നെറ്റ്വർക്കിംഗ്, ഒരു ഫ്രീലാൻസറൊക്കെ ആകുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും സ്കില്ല് വേണം. നമ്മളൊക്കെ ചെയ്യണം. നമ്മൾ തന്നെ ഒക്കെ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ഈ ആർട്ടിനോടോ അല്ലെങ്കിൽ ആ ഒരു ക്രാഫ്റ്റിനോടുള്ള ഇഷ്ടത്തിന് ഓർത്തായിരിക്കും ഇതിലിറങ്ങുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ആ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന സമയം ഒരു 10% 20% ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയം ഈ ആൾക്കാരായിട്ട് സംസാരിക്കലും അല്ലെങ്കിൽ ഫിനാൻസും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോലും ഒക്കെ ആയിരിക്കും. അപ്പം അതും കൂടി എന്താ പറയുക, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂലെങ്കിൽ പ്രശ്നം. ഇപ്പോൾ എന്താ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഫസ്റ്റത്തെ ഒരു 2-3 ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മ ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എളുപ്പമോ. ഇപ്പം എനിക്ക് ഭയങ്കര ഈസാ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടന്നു പോകും. ഫസ്റ്റ് ഡിസ്കവറബിൾ ഫസ്റ്റത്തേതാണല്ലോ പ്രയാസം. നമ്മൾ ഫസ്റ്റ് ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നത് ഭയങ്കര പാടാണ്. ഞാനിപ്പോൾ വല്ലവരോടും പറയുകയാണെങ്കിൽ നേരെ ചാടാണ്ട് ഒന്നല്ലെങ്കിൽ നല്ലപോലെ സേവിങ്സും വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ പോലെ തുടങ്ങിയിട്ട് അത് ആ ഒരു ഈ ഫ്രീലാൻസിങ് സാധനം അത്യാവശ്യം മെച്യൂറായിട്ട് മാറാനേ ഞാൻ പറയുള്ളൂ. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താ? നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ക്രിയേറ്റർ ആവണേ, ഫ്രീലാൻസർ ആവണില്ല? ബെസ്റ്റ് പാർട്ട് ഒരു ഫ്രീഡം ഉണ്ട്. ഫ്ലെക്സിബിൾ. എപ്പോൾ വർക്ക് ചെയ്യണം, ഏത് പ്രൊജക്റ്റ് എടുക്കണം, സംഭവമൊക്കെ. അപ്പോൾ ഈ ക്രിയേറ്റീവ് ഫീൽഡിന് പ്രശ്നം വെച്ചാൽ നമുക്ക് എപ്പോഴും ക്രിയേറ്റിവിറ്റി ഓൺ ഡിമാൻഡ് ഒന്നും വരില്ല. നമുക്ക് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യാനൊക്കെ തോന്നുന്നത്. അത് പക്ഷെ നമുക്കൊരു ഒരു 9 to 5 ജോബിലൊന്നും പറ്റൂലല്ലേ. അപ്പം ആ ഒരു സംഭവമുള്ള അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇച്ചിരി കൂടി ഡിസിപ്ലിൻഡ് ആണെങ്കിൽ ഭയങ്കര ഈസിയാണ്. ഇപ്പം എനിക്ക് തുടക്കത്തിൽ ആ ഡിസിപ്ലിൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ വർക്ക് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് ചെയ്യേണ്ട സാധനം അവസാനത്തെ ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമായിരിക്കും. പിന്നെ ആ വർക്ക് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് തലവേദനയായിരിക്കും. അത് നമ്മൾ പഠിച്ച് എല്ലാ ദിവസവും ഒരു പിന്നെ നമ്മൾ ചെയ്ത വർക്കാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. അതെ അതെ. അപ്പോൾ നമ്മൾ ഇച്ചിരി കൂടി ഡിസിപ്ലിൻ കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇറ്റ്സ് നോട്ട് ഫോർ എവറി വൺ. ഇതിന് വേഴ്സ് പാർട്സ് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത? എല്ലാം ചെയ്യണം എന്നുള്ളതാണോ? സെയിൽസ് ചെയ്യണം? എനിക്ക് ആക്ച്വലി അതൊക്കെ ഇഷ്ടമോ, ആ ഒരു സാധനങ്ങളൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഫിനാൻസും നെറ്റ്വർക്കിംഗ് ആയാലും ഒരു പരിധി വരെ ഇഷ്ടമോ. എൻ്റെ വേസ്റ്റ് പാർട്ട് സ്റ്റെബിലിറ്റി പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞ സമയത്ത് എല്ലാവരും സ്പെൻഡിങ് ഒക്കെ കുറച്ച് സമയമായിരുന്നല്ലോ. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു വർക്ക് കിട്ടാനൊക്കെ ആയിട്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നല്ല മാസവും മോശം മാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്ലാനിങ് അനുസരിച്ചൊന്നും കാര്യം നടക്കൂല. പിന്നെ അത് വെച്ചാൽ ഇതുപോലെ സേവിങ്സ് ഉണ്ടെങ്കിലും പിന്നെ ഇച്ചിരി കൂടി ഡിസിപ്ലിൻഡ് ആണെങ്കിലും അതും ഓവർകം ചെയ്യാം. പക്ഷെ ഒരു പരിധി വരെ മാത്രം. ഗംറോഡ് പോലത്തെ പ്ലാറ്റ്ഫോംസ് വഴി അസറ്റ് സെയിൽസ് അതൊക്കെ എങ്ങനെ? അത് ഞാൻ എക്സ്പെരിമെന്റ് തുടങ്ങിയിട്ടുള്ളൂ. ഭയങ്കര സക്സസ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് റീസെൻ്റ്ലി അത്യാവശ്യം നല്ല കുറച്ച് സെയിൽസ് ഒക്കെ ഉണ്ടായി. ഒരു 2-3,000. പക്ഷെ ഇച്ചിരി കൂടി മെച്ചപ്പെടുത്തണമെന്നാണ്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു 1-2 സെയിൽസ് ഞാൻ ആക്കിയിട്ടുള്ളൂ. നമ്മൾ ഓരോ എന്തൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള സാധനമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനതിപ്പോൾ അതും നമ്മൾ ഭയങ്കര ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സംഭവം. കുറേ നാൾ വർക്ക് ചെയ്ത് നമ്മൾ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ക്രിയേറ്ററൊക്കെ ആയാലേ, വെൽ നോൺ ക്രിയേറ്ററൊക്കെ ആയാലേ അതിലൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഇറക്കണം. ഇതിൽ എന്താ പറയുക, ഇപ്പോൾ നല്ല കണക്ഷൻസിൽ അല്ലെങ്കിൽ നല്ല ഓഡിയൻസുള്ള ക്രിയേറ്റേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളത് അതൊന്നല്ലെങ്കിൽ നമ്മൾ നല്ല ഫേമസ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മൾ സെയിൽ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വാല്യൂ ഉള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അത്യാവശ്യം മാർക്കറ്റ് ചെയ്യണമെങ്കിലും സെയിൽ ഉണ്ടാക്കാൻ പറ്റും. യൂട്യൂബിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയത് ആൻഡ്രോയിഡ് കസ്റ്റം റോങ്സും അങ്ങനെയൊക്കെ അല്ലായിരുന്നു? അതെ അതെ. അത് അതും ആ ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, താല്പര്യമില്ലായിരുന്നു. എനിക്ക് അപ്പം ഈ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളിൽ ഒരു ആൻഡ്രോയിഡ് ഫോണുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അത് യൂസ് ചെയ്ത് അന്നെന്ന് വെച്ചാൽ ഭയങ്കര ലിമിറ്റേഷൻസ് ആയിരുന്നു മിക്ക ആൻഡ്രോയിഡ് ഫോൺസും. എന്തെങ്കിലും ബാറ്ററിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പോരാ, അപ്ഡേറ്റ്സ് ഒക്കെ ഒരു വർഷങ്ങളൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ ഇത് ഒബ്വിയസ്ലി അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ തപ്പി പോകുമ്പോൾ ഇതിനെപ്പറ്റി അറിയും. പിന്നെ നമുക്ക് ഇച്ചിരി കൂടി പഠിച്ചതിൻ്റെ ഇതിൽ ആ ഫീൽഡിൽ കുറച്ച് അറിവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ കസ്റ്റം റോമൊക്കെ കയറ്റുന്നതും റൂട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ. അപ്പോൾ ഇങ്ങനെ അന്ന് നോക്കിയപ്പോൾ യൂട്യൂബ് തുടങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്.
അപ്പോൾ നമുക്ക് അറിയുന്ന നല്ല ആൾക്കാർക്ക് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അന്നെന്ന് വെച്ചാൽ ക്യാമറ ഒന്നുമില്ല, അപ്പോൾ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്ത് അതൊരു ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ സ്ക്രീൻ റെക്കോർഡ് അങ്ങനെയാണെങ്കിലും എന്താ പറയുക, ഭയങ്കര ക്വാളിറ്റിയിലാണല്ലോ. ലൈക്ക് ഒരുപാട് ഓഡിയോ നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ ഓഡിയോ എഫക്ട്സ് നന്നായിട്ടുണ്ട്, പിന്നെ വിഷ്വൽ എഫക്ട്സും ആനിമേഷൻസൊക്കെ. ഞാനിപ്പോൾ 7 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്ത്. 7 വർഷം മുന്നേ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങളതിനോട് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ല, ഞാൻ ഒരു 15-20 വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റാത്ത വീഡിയോസ്. അതിനും എനിക്ക് തോന്നുന്നു 2016 ആണെന്ന് സ്റ്റാർട്ട് ചെയ്തത്. 16 ഉണ്ട്, 17, അപ്പോൾ ഒരു 7 വർഷം. അന്ന് ഇതുപോലെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അതായിരുന്നു ഫസ്റ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ. അല്ലാതെ ഈ ഭയങ്കര പാഷനേറ്റ് എന്നുള്ള സാധനം ഒന്നല്ല. അതൊന്ന് നിർത്താൻ കാരണം അതായിരുന്നു. നിർത്താച്ച ഒരു ഇച്ചിരി സ്ലോ ആയിരുന്നു. നമുക്ക് ഒരു പരിധി പോയിന്റ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പൈസക്ക് പറ്റിയ സ്ഥലമല്ലെന്ന്. പൈസ ഉണ്ടാക്കാനാണിതെങ്കിൽ അത്ര നല്ലൊരു ജോലിയായിട്ട് ഞാൻ പറയൂല, അതിൽ എളുപ്പമുള്ള പരിപാടീസ് ഉണ്ട്. പിന്നെ ഇപ്പോഴാച്ച വല്ലപ്പോഴും നമുക്കൊരു നല്ല ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ വർഷത്തിൽ ഒരിക്കലും ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യുക. അന്ന് ഇതുപോലെ ആനിമേഷനൊക്കെ പഠിച്ചത് ഈ യൂട്യൂബൊക്കെ ചെയ്തിട്ടാണ്. അതിന് യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആനിമേഷൻ പഠിച്ചത് ഞാൻ. അങ്ങനെ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതും പ്രൈമറി ജോലിയൊക്കെ ചെയ്ത് യൂട്യൂബ് കാരണം. മറ്റേ ഒരു ആൻഡ്രോയിഡ് വെർഷൻ ഹിസ്റ്ററി അങ്ങനെ എന്തോ അതിൻ്റെ ടൈം ലൈനായിട്ട് കണ്ടീന് ട്വിറ്ററിലിട്ട്. അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ സമയം. അതിങ്ങനെ എന്തെങ്കിലും തോന്നും, ഒരു ഐഡിയ തോന്നും, ഓക്കെ ഇത് മേ ബി വർക്കാവും. പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ഡാറ്റാ ബേസ്ഡ് വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഞാനിപ്പോൾ നോക്കുന്ന വെച്ചാൽ എനിക്ക് എല്ലാ എൻ്റെ ഇൻട്രസ്റ്റുകളൊക്കെ ഓവർലാപ്പ് ചെയ്യുന്ന കണ്ടന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതത്ര വലിയ കാര്യമായിട്ട് ആയില്ല, പക്ഷെ അത് ഇച്ചിരി സമയം എടുത്ത്. അതിൻ്റെ എന്താ പറയുക, ഡാറ്റ ഒന്നും ഇപ്പം ഇല്ല. ഗൂഗിളായാലും കുറേയൊക്കെ മറ്റേ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഒരിക്കലും നോക്കിയിട്ട് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി ഒരു സാധനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇങ്ങനെ എന്താ പറയുക, കുറേ എഫേർട്ട് ഇട്ടിട്ട് സാധനം ഉണ്ടാക്കിയിട്ട് ഒരുപാട് പെർഫോം ചെയ്തില്ലെങ്കിൽ എന്താ തോന്നുന്നു? വിഷമാവും. പിന്നെ ഞാൻ ഇപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യൂല. അതാ ഞാൻ വല്ലപ്പോഴും ചെയ്യുന്നത്. എനിക്ക് ഓക്കെ വ്യൂസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന കൈൻഡ് ഓഫ് കണ്ടന്റ് ഞാനിപ്പോൾ ചെയ്യുന്നുള്ളൂ. എവൻച്വലി വല്ലപ്പോഴും അത് വളരട്ടെ എന്നുള്ള രീതിയിൽ. അത് വ്യൂസിന് വേണ്ടെങ്കിൽ യൂട്യൂബ് ചെയ്യാൻ തോന്നുന്നില്ല ഇപ്പൊ പണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. ആക്ച്വലി ഒരു ടൈമിൽ അത് സക്സസ്ഫുൾ ആയിരുന്നു, വ്യൂസിന് വേണ്ടി കണ്ടന്റ് ഉണ്ടാക്കി ചെയ്യാനൊക്കെ പറ്റിയിരുന്ന ഒരു സമയത്ത്. പക്ഷെ നമുക്കൊരു റിവാർഡിങ് ആവുന്നില്ല ക്രിയേറ്റീവ്ലി, നമുക്കത് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമുക്ക് ക്രിയേറ്റീവ്ലി സാറ്റിസ്ഫൈഡ് ആവുന്ന കണ്ടന്റ് മതി എന്നാക്കിയാൻ. പിന്നെ കുറേ പ്രോജക്ട്സ് ഇങ്ങനെ തുടങ്ങിയിട്ട് മടുത്തിട്ട് നിർത്തി പോയണോ കുറേ പൂർത്തിയാക്കുന്നതിന് മുന്നേ? ഒരു ടൈമിൽ അത് കുറേ ഉണ്ടായിരുന്നു. ഒരു 5 തുടങ്ങിയാൽ ഒരെണ്ണൊക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഇച്ചിരിയും കൂടി നമുക്ക് മറ്റേ ചെയ്ത് ശീലമായതുകൊണ്ട് നമുക്കൊരു ഐഡിയ കാണുമ്പോഴേ അറിയാം ഇത് നടക്കൂല എന്നുള്ള രീതിയിൽ. അപ്പം ഇച്ചിരി കൂടി പഠിച്ച് ഏത് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ ഫിനിഷ് എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിൽ സമയം എടുത്തിട്ടായാലും. ഈ നത്തിങ് ഫോൺ വാങ്ങാനുള്ള കാരണം, അല്ലെങ്കിൽ നത്തിങ് ഇഷ്ടപ്പെടാനുള്ള കാരണം? നത്തിങ് കൽപ്പ തന്നെയാണ്. കൽപ്പ പണ്ട് തൊട്ട് നമ്മുടെ OnePlus ഇറങ്ങിയ സമയത്ത് തൊട്ട് തന്നെ പുള്ളിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്, OnePlus 1 തൊട്ട് തന്നെ. പക്ഷെ നമുക്കന്ന് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാങ്ങിച്ചില്ലായിരുന്നു. അപ്പൊ അന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു OnePlusന്റെ ഏതെങ്കിലും ഡിവൈസ് ഒക്കെ എടുക്കണമെന്ന്. പക്ഷെ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റിയും അവരുടെ കൾച്ചറും കമ്പനിയൊക്കെ നല്ലപോലെ ഒബ്സർവ് ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി OnePlus നിന്ന് ഇറങ്ങി പുതിയ കമ്പനി തുടങ്ങി എന്ന് കേട്ടപ്പോൾ ഉറപ്പിച്ച് ഓക്കെ എന്തായാലും ഇതില് ഇൻവോൾവ് ആ കമ്മ്യൂണിറ്റിയിൽ കയറണം എന്നുള്ളത്. കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു സെറ്റപ്പാ. ഈ ഒരു പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒന്ന് നമുക്ക് ഈ ടെക് സ്പേസ് ഇഷ്ടമായതുകൊണ്ടും പിന്നെ പുള്ളിയുടെ ഒരു അപ്രോച്ചും ടെക്കിനോടുള്ള ഒരു അപ്രോച്ചും
പുള്ളിയുടെ വിഷനൊക്കെ. അപ്പോൾ നത്തിങ് ഇയർ 1 ഇറക്കിയപ്പോൾ ഇതുപോലെ അന്നത്തെ 8,000-9,000 ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അതിനൊക്കെ അത്രയും പൈസ സാധനത്തിൽ ഇറക്കാൻ ഇയർഫോൺ പറ്റില്ലായിരുന്നു. പിന്നെ ഫോൺ ഇറങ്ങിയപ്പോൾ ഓക്കെ അത്യാവശ്യം അഫോർഡബിളാ. അപ്പൊ എനിക്ക് എന്റെ ഫോൺ മാറ്റാറായില്ലെങ്കിൽ ഞാൻ എടുത്ത് ഫസ്റ്റ് സെയിൽ തന്നെ എടുത്ത്. അങ്ങനെ കമ്മ്യൂണിറ്റി കയറി. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഓക്കെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവ് ആവണം, ഇച്ചിരി കൂടി ഇവരായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇന്റൻഷനിലായിരുന്നു ഇവരായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കുറേയൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആയിരുന്നു. കാൽപ്പേ റീപോസ്റ്റ് ചെയ്തില്ലായിരുന്നു സ്റ്റോറി ഗ്ലിഫിന്റെ തുടക്കം ഭയങ്കര സംഭവമായിരുന്നു. മറ്റേ നമ്മുടെ രാജകുമാരിലൊക്കെ ഉള്ള സമയത്ത് ഭയങ്കര എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ഒക്കെ ആയിരുന്നു. ഗ്ലിഫിനെ കുറിച്ച് എന്താ ഹോണസ്റ്റ് ഒപ്പീനിയൻ? ഗ്ലിഫ് എൻ്റെ ഐഡിയ കൊള്ളാം. എനിക്കൊന്ന് ഇച്ചിരി കൂടി ഫങ്ഷണാലിറ്റി ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്കത്ര കിടിലം എന്ന് തോന്നിയിട്ടില്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ആസ് എ കമ്പനി അവർക്ക് തുടക്കത്തിൽ എന്തെങ്കിലും പുതിയത് ചെയ്താൽ അറ്റൻഷനും അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു ആസ് എ ഒരു ബിസിനസ് ഡിസിഷനിൽ ഞാൻ മേക്ക് സെൻസ്. പക്ഷെ ഇച്ചിരി കൂടി ഫങ്ഷണാലിറ്റി കൊണ്ടുവരികയാണെങ്കിൽ യൂസേഴ്സിലേക്ക് അത് ഇച്ചിരി കൂടി ഇതാവും. എനിക്ക് പിന്നെ ഇങ്ങനെ തോന്നിയുള്ളൂ, നമ്മളിപ്പോൾ ഫോണിൽ ഇപ്പോൾ ബാക്കിൽ ഭയങ്കര പല പല കളേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇന്ന ഗ്രേഡിയൻ്റ് തന്നെ ആ കളർ ഈ കളർ അതുപോലത്തെ ഒരു സംഭവമായിട്ട് ഞാനിപ്പോൾ കാണുന്നുള്ളൂ, ഇച്ചിരി ബോൾഡ് ആയിട്ടുള്ള. പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി ഫങ്ഷണലായിട്ടുള്ള സംഭവം കുറച്ചും കൂടി ഫീച്ചേഴ്സ് കാണണമെന്നുണ്ട്. എൻ്റെ എവൻച്വലി അത് വരുന്നെങ്കിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് പോസിറ്റീവാ. നത്തിങ് ഓപ്പൺ കമ്മ്യൂണിറ്റി എഡിഷനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യോ? ഫോൺ ഡിസൈൻ ചെയ്യണ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ആണോ? ആ മറ്റേ കമ്മ്യൂണിറ്റി എഡിഷൻ. അത് ഡിസ്ക്രൈബ് വെച്ചാൽ അതെന്താന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണോ? മീൻസ് എങ്ങനെ ഇൻവോൾവ് ആവുക, എങ്ങനെ പ്രൊസീജിയർ? അവർ നത്തിങ് ഫോൺ 2 ഈ കഴിഞ്ഞ മാർച്ചിൽ റിലീസ് ചെയ്തതിൻ്റെ ഒരു പുതിയൊരു വേരിയൻ്റ് ഇറക്കുക കമ്മ്യൂണിറ്റി ആയിട്ട് കൊളാബ് ചെയ്തിട്ട്. അപ്പോൾ അവർ 4 കാര്യങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിക്ക് കൺട്രോൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഹാർഡ്വെയർ, അതിൻ്റെ ഹാർഡ്വെയർ അല്ല ബാക്ക് പാനൽ ഡിസൈൻ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിൽ കളറ്, മെറ്റീരിയൽ, ടെക്സ്ചർ അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ബാക്കി പ്ലേസ്മെൻ്റ് ഒന്നും മാറ്റാൻ പറ്റില്ല, അത് ഓൾറെഡി കംപ്ലീറ്റ് ആയി. പിന്നെ വാൾപേപ്പർ ഡിസൈന്, നത്തിങ് ആ ഫോണിനുള്ള വാൾപേപ്പേഴ്സ്, പിന്നെ അതിൻ്റെ പാക്കേജിങ്, അതിൻ്റെ ബോക്സിൻ്റെ ഡിസൈൻ, അതും ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അതിൽ ഇതുപോലെ ഇച്ചിരി ഡിസൈനൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ, അതെന്താണെന്ന് എനിക്ക് ഫുള്ളി ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ഒബ്വിയസ്ലി ഫോണിൻ്റെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്റ്റേജ് 3 നടന്നുകൊണ്ടിരിക്കുക പാക്കേജിങ് ഡിസൈൻ. അപ്പോൾ അടുത്ത മാസമായിരിക്കും ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ്റെ എങ്ങനെയാണ് കറക്റ്റ് എന്നുള്ള സംഭവം അവർ പറയും. അപ്പോൾ ഈ 4 സംഭവം ചേർത്തിട്ട് അവരൊരു ഒക്ടോബറിലാന്ന് തോന്നുന്നു പുതിയൊരു ലിമിറ്റഡ് എഡിഷൻ വേരിയൻ്റ് ഇറക്കും, കമ്മ്യൂണിറ്റി എഡിഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഇപ്പോൾ വിൻ ചെയ്യുന്നവർക്ക് എന്താ റിവാർഡുള്ളത്? റിവാർഡ് എന്തെയുണ്ടോ? ഒന്ന് ഇതിൻ്റെ ലോഞ്ച് ലണ്ടനിലായിരിക്കും. അപ്പോൾ ലണ്ടനിൽ അവർ ഇൻവൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലോഞ്ച് ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു ഒബ്വിയസ്ലി ആ ഫോൺ ഉണ്ടാവും, അല്ലാതൊരു വേറെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുപോലെ ഫോണും പിന്നെ വേറെ എന്തെങ്കിലും ഗുഡീസൊക്കെ ആയിരിക്കും. ഒരു ഇനി എന്താ ഫ്യൂച്ചർ പ്രൊഡക്ട്സിൽ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കും? ഇതൊരു ഫസ്റ്റ് ഒരു ട്രയൽ പോലെയാണോ? ഈ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു കൊളാബാണോ? ഫ്യൂച്ചർ പ്രൊഡക്ട്സിൽ മേ ബി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും വൺസ് ഇൻ എ വൈൽ. പക്ഷെ അവർ ഇത് പ്രൈമറിലി ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ കമ്മ്യൂണിറ്റിയും കൂടി ഇച്ചിരി കൂടി സ്ട്രോങ് ആയിട്ട് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് നത്തിങ്. OnePlus ഒക്കെ ഉണ്ടായിരുന്ന പോലെ തുടക്കത്തിൽ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാ.
ഫ്യൂച്ചർ പ്രൊഡക്ട്സിൽ എനിക്കറിയില്ല. ഇവര് ടൈം ടു ടൈം കുറേ എന്താ പറയാ ഈ നമുക്കിങ്ങനെ ചോദിക്കും ഫോം ഏതാണ് ഒപ്പീനിയൻസ് ഒക്കെ രീതിയിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ, ഓരോ ഫോമുകളൊക്കെ അയച്ചു തന്നിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അപ്പോൾ കമ്മ്യൂണിറ്റീനോട് ഫീഡ്ബാക്ക് ഒക്കെ ചോദിക്കും നല്ലപോലെ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ഇൻവോൾവ്മെന്റ് സ്ഥിരമായിട്ടുണ്ടാവുന്നെങ്കിൽ തോന്നുന്നില്ല. മേ ബി വൺസ് ഇൻ എ വൈലൊക്കെ സംഭവിക്കായിരിക്കും. കേസി നെസ്റ്റായിട്ട് റീപോസ്റ്റ് ചെയ്തപ്പോൾ എന്ത് തോന്നി ട്വിറ്ററിലെ മറ്റേ ഫോട്ടോസ്? അത് നല്ല സന്തോഷമുള്ളൊരു മൊമെന്റ് ആയിരുന്നു. പുള്ളി പിന്നെ നത്തിങ്ങിന്റെ വൺ ഓഫ് ദി ഇൻവെസ്റ്ററാ. അപ്പൊ അതൊരു റീസൺ ആയിരുന്നു. അതാണ് മെയിൻ റീസൺ. പുള്ളിക്ക് ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്നെ അറിയുന്ന ആളായിട്ടൊന്നല്ല. പിന്നെ ഫോട്ടോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഫോട്ടോസ് നല്ല ഫോട്ടോസ് നല്ല അത് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടായിരിക്കും. അപ്പൊ സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ പൊളിറ്റിക്കലി ഇങ്ങനത്തെ ആളായിട്ട് അലൈൻ ചെയ്യാത്ത ഒരാളാ. അപ്പൊ അത്രക്ക് സന്തോഷമായില്ല, എന്നാലും കുഴപ്പമില്ല. അല്ല, നിങ്ങളെ ഫോട്ടോസ് ഒക്കെ ഒരുപാടേ കേരള ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യണ പോലെ ഭയങ്കര കേരളത്തിന്റെ ബ്യൂട്ടി ഒക്കെ ഉള്ള പോലെ. അല്ല, നമ്മളെ ചുറ്റുമുള്ളതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് പിന്നെ അങ്ങ് ഇഷ്ടമാണ് ഇച്ചിരി കൂടി നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ. അല്ലാതെ ഇഷ്ടമാണ്. ഡോട്ട് വാൾപേപ്പറിന്റെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളെന്തോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു, വേറെ ആള് കൊളാബ് ചെയ്തു കഥ? അതൊരു ഫൺ പ്രോജക്റ്റ് ആയിരുന്നു. അത് ഇതുപോലെ എനിക്ക് ഒരു ഐഡിയ കിട്ടിയപ്പോൾ ഞാനൊരു കൺസെപ്റ്റ് പോലെ ചുമ്മാ ഫോട്ടോഷോപ്പിൽ ഒരു മോക്കപ്പ് ഉണ്ടാക്കിയിട്ടിട്ട്, അറിയാത്തവർക്ക് ഡോട്ട് വാൾപേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഒരു ഇത് ഞാൻ കുറെ കാലത്ത് യൂസ് ചെയ്യുന്നത്. എനിക്ക് അന്ന് നിങ്ങളെത്ര പരിചയമില്ല. ഐ മീൻസ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ട്വിറ്ററിൽ കണ്ട് ഞാൻ സാധാരണ ബ്ലാക്ക് വാൾപേപ്പർ വെക്കല്, വെറും പ്ലെയിൻ ബ്ലാക്ക്. പക്ഷെ ഇത് കുറച്ചുകൂടി ചെറിയ ലെവന്റ് രസമുണ്ട്, സിമ്പിൾ. ഞാൻ ആക്ച്വലി ബ്ലാക്ക് വാൾപേപ്പർ തന്നെ യൂസ് ചെയ്യാറ്. ഞാനിപ്പം അതല്ല യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതുപോലെ എനിക്കൊരു ഐഡിയ കിട്ടിയപ്പോൾ ചുമ്മാ ട്വിറ്ററിൽ ഇട്ട് നോക്കി. അപ്പോൾ ഈ നത്തിങ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരാൾ റീച്ച് ഔട്ട് ചെയ്ത്, ഒരു ഫ്രാൻസിലുള്ള ഒരു പയ്യനാ ശരിക്കും. അതിന് 16-17 വയസ്സായിട്ടുള്ളൂ. അവൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവൻ ആക്ച്വലി ഒരു 2 ദിവസത്തിനുള്ളിൽ അത് ഉണ്ടാക്കി. ഫസ്റ്റ് ഡേ തന്നെ അതിന്റെ പ്രോട്ടോടൈപ്പ് ആക്കി, ഓൾമോസ്റ്റ് വർക്കിംഗ് സ്റ്റേജ് ആക്കി. അടുത്ത ദിവസം തന്നെ ഒരു ഫൈനൽ സംഭവം ഇറക്കി റിലീസ് ചെയ്തു. അത്യാവശ്യം നല്ല പോലെ എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ള വൺ ഓഫ് ദി മോസ്റ്റ് ലൈക്ഡ് ട്വീറ്റ് കണ്ടത് അതിൻ്റെ ഒരു പ്രോജക്റ്റ്. ഞാൻ പിന്നെ അധികം നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു 1000+ ഡൗൺലോഡ്സ് ഒക്കെ ഉണ്ട്. രസമല്ലേ അങ്ങനെയുള്ള ഒരു പരിചയമില്ലാത്ത ആളായിട്ട് വർക്ക് ചെയ്യാൻ? അത് അടിപൊളിയായിരുന്നു. ഇത്രയും പെട്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ആ പുള്ളീനെ കണ്ടിട്ട് പോലും ഇല്ല. നമുക്ക് ഇതുവരെ അറിയാത്ത ഒരാളിപ്പോഴും. അപ്പൊ ഫ്രീ ആയിട്ടാണ് കൊളാബ് ചെയ്യാന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതൊക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു കമ്മ്യൂണിറ്റിന്റെ ഒക്കെ ഒരു ബ്യൂട്ടി അതാ. നമുക്ക് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എനർജി ഉള്ള ആൾക്കാരൊക്കെ വരും. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ അതിന്റെ ഒരു വേർഷൻ 2 വർക്ക് ചെയ്തോണ്ടിരിക്കുക. പുള്ളി ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു ഇപ്പൊ ഡെവലപ്പർ ആയി. ഇപ്പൊ നത്തിങ്ങിനായിട്ടും ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പെയ്ഡാണെന്നൊക്കെ അറിയില്ല, പക്ഷെ കൊറേ നത്തിങ് കമ്മ്യൂണിറ്റിന്ന് ആൾക്കാർ ഹയർ ചെയ്യും. ഹയർ ചെയ്യാൻ ഫുൾ ടൈം എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇവനായാലും, ഇവന്റെ പേര് തോമസ് എന്നാ. ഇവൻ കുറെ നത്തിങ്ങിലെ ഡിസ്കോഡിലെ കുറെ സംഭവങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനും പിന്നെ ചില പ്രോജക്ട്സിലൊക്കെ ഇവനെ റീച്ച് ഔട്ട് ചെയ്ത് ഇവന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവന് ഫുൾ ടൈം ആണെന്നെനിക്ക് തോന്നുന്നില്ല. ഫുൾ ടൈം എനിക്ക് ഇതുവരെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷെ കമ്മ്യൂണിറ്റിയിലെ ടാലൻസ് ഒക്കെ ഒരു നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴേ ഗുഡീസും ഫോൺസ് അങ്ങനെ അല്ലാതെ മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. എനിക്ക് കിട്ടിയതിൽ എനിക്ക് വന്ന് കിട്ടിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ആ ഒരു ഡൽഹിയിൽ വെച്ചുള്ള വർക്കിന്റെ അതൊരു ലോഞ്ച് വീഡിയോ ഉണ്ട്. അതൊരു പെയ്ഡ് വർക്കായിരുന്നു, ഫുള്ളി പെയ്ഡ് വർക്കായിരുന്നു. അല്ലെങ്കിൽ യൂഷ്വലി ഇതുപോലെ കമ്മ്യൂണിറ്റിയിൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ ഇപ്പൊ മോഡറേറ്റേഴ്സിനൊക്കെ വൺസ് ഇൻ എ വൈൽ എന്തെങ്കിലും ഗുഡീസ് അയച്ചു കൊടുക്കലൊക്കെയാണ്. പിന്നെ എല്ലാവരും ഇത് ഒരു മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടും അല്ല ചെയ്യുന്നത്. അവർക്ക് ആ ഒരു ബ്രാൻഡിനോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കൊണ്ട് കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മ്യൂച്വലി ഇതായിട്ട് പോകുന്നുണ്ട്.
ഇയർഫോണിൻ്റെ എന്തോ ലോഞ്ച് വീഡിയോയിൽ നിങ്ങളെ ഷൗട്ട് ഔട്ട് ചെയ്തില്ലല്ലോ ആ വർക്ക്. അതുണ്ടായിരുന്നു. Another really cool thing was that we worked with Raoul and we challenged him to make a video of our launch event, but only using Phone 2a. It's been incredible, the work that we've seen from him online. So I think this time around to bring him for the Phone 2a launch and kind of capture that on the phone was incredible, right? Yeah, he's a bit of a recognizable name, a bit of a legend. ഇപ്പോൾ ഫോണൊക്കെ അയച്ചെന്ന് എന്താ ചെയ്യല്? മറിച്ച് വെക്കലാണോ അതോ? എനിക്ക് ആക്ച്വലി ഫോൺ ഇതിപ്പി കഴിഞ്ഞ ഇപ്പോഴാണ് എനിക്ക് ആ ഫോണായിട്ട് ആദ്യമായിട്ട് അയച്ചു തരുന്നത്. ഇപ്പോൾ നത്തിങ് 2 എൻ്റെ ടെസ്റ്റിങ്ങിൽ ഉണ്ടായിരുന്നു ഞാൻ, ക്യാമറയും സോഫ്റ്റ്വെയറും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീമിൽ. എത്ര കാലം മുന്നേ അയച്ചു? അവരത് ഡിസംബറിൽ എല്ലാവർക്കും കിട്ടി, എനിക്ക് കിട്ടിയത് ജനുവരിയില. എന്തോ DHLന്റെ എന്തോ ഇഷ്യൂ കാരണം, അതായത് മാർച്ചിലായിരുന്നു. ഓ അത്ര മുന്നേ കിട്ടിയാണ്. അതായത് ഡിസംബർ 1 കിട്ടിയവരൊക്കെ ഉണ്ട്. എനിക്ക് ഒരു മാസം കഴിഞ്ഞ് ജനുവരിയിലാണ് കിട്ടിയത്. അപ്പോൾ ആ സമയം തൊട്ട് ആ പ്രൈവസി കേസിലൊക്കെ ഇട്ട് നമുക്ക് തന്നായിരുന്നു ക്യാമറ ടെസ്റ്റ് ചെയ്യാനൊക്കെ. അതിൻ്റെ ഭാഗമായിട്ട് മറ്റേ KC-യുടെ ട്വീറ്റൊക്കെ ഇട്ടത്, അതിലെടുത്ത ഫോട്ടോസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അതങ്ങനെ ടെസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് തിരിച്ചയച്ചു കൊടുത്ത്, പിന്നെ എനിക്കൊരു ടെസ്റ്റ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ഒരു ഫോൺ അങ്ങനെ അയച്ചു തന്നായിരുന്നു. അത് ഞാൻ ഇതുപോലെ മറച്ചു വെച്ച എൻ്റെ കൂട്ടുകാരനെ, കാരണം ഞാൻ ഓൾറെഡി ഇപ്പോൾ നത്തിങ് ഫോൺ 1 യൂസ് ചെയ്യുന്നത്. അതെനിക്ക് എൻ്റെ ഒരു യൂസിന് അത് ഫൈനായിട്ട് തോന്നി. പിന്നെ 2a ഒരു സിമിലർ സ്പെക്കുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ ഫോൺ 3 ഇറങ്ങുമ്പോൾ അതിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇപ്പം അത് യൂസ് ചെയ്യുന്നതിൽ ലോജിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിറ്റു. പിന്നെ ഈ കമ്മ്യൂണിറ്റി എഡിഷൻ്റെ വാൾപേപ്പറിൻ്റെ ഇതിൽ കിട്ടിയില്ലെങ്കിലും ഒരു എന്താ പറയുക ടോപ്പ് 2nd or 3rd അങ്ങനെ ആയെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒരെണ്ണം കൂടി അയച്ചു തരുന്നുണ്ട്. അപ്പം അതും പ്രോബ്ലം ഇരിക്കുമായിരിക്കും. തീരുമാനം CMF-ന്റെ ഫോൺ എങ്ങനെയുണ്ട്? CMF-ന്റെ ഫോൺ ഞാൻ കണ്ടിട്ടില്ലല്ലോ, അയച്ചെന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഇൻസൈഡർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് ഇതുപോലെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള, അതിലിപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഇന്ത്യയിൽ അത് ടെസ്റ്റ് ചെയ്യണമെന്ന്, ഇന്ത്യയിലുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്നോട് ആദ്യം ഒരു ഫോണിൻ്റെ ഇതുണ്ട് അയക്കുന്നൊക്കെ പറഞ്ഞതാ. അപ്പം ഞാൻ CMF ഫോൺ തന്നെ എക്സ്പെക്ട് ചെയ്തായിരുന്നു, കാരണം ഫോൺ 3 കുറച്ചും കൂടി കഴിഞ്ഞിട്ടല്ലേ വരുന്നുള്ളൂ. പക്ഷെ പിന്നെ പറഞ്ഞ് ഇന്ത്യയിലുള്ളവർ ചെയ്യുന്നില്ല, അപ്പോൾ അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ കിട്ടിയാലും ഞാൻ കിട്ടിയില്ല എന്ന് തന്നെ പറയുള്ളൂ. ഇന്ത്യയൊക്കെ സൈൻ ചെയ്തിട്ട് അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലീഗലി ആക്ഷൻ ഒക്കെ എടുക്കാം. അതില് ഒരു ഡയലൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ മൂലക്കില്? അത് കേസ് ഇടാൻ പറ്റില്ലല്ലോ, അത് ഫംഗ്ഷൻ ഉണ്ടാവില്ല മിക്കവാറും. എനിക്കറിയൂല, ഫംഗ്ഷൻ ഉണ്ടാവുമെങ്കിൽ ഭയങ്കര ഇമ്പ്രസീവ് ആയിരിക്കും. ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ലെവലിലൊക്കെ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് നല്ല സംശയമുണ്ട്. അത് എനിക്കത് ജസ്റ്റ് ഫിഡ്ജറ്റിംഗ് മാത്രം, ഫിഡ്ജറ്റിംഗ് ആയിരിക്കില്ല മേ ബി. ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഗസ് എന്ന് പറഞ്ഞാൽ മറ്റേ ലാൻയാർഡില്ലേ ഒരു വള്ളി തൂക്കിയിടുന്ന, അതിനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതല്ലെങ്കിൽ മേ ബി അതിൻ്റെ ബാക്ക് പാനിലേക്കുള്ള സ്ക്രൂ പോലെയോ, എനിക്ക് ഉറപ്പില്ല. ഹാർഡ്വെയർ ഇതായിരിക്കും, കാരണം അതിൻ്റെ ഒരു പ്ലേസ്മെന്റ് ഇച്ചിരി ലോ ആണല്ലോ. അപ്പോൾ ഒരു നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇട്ടാ വരിക യൂസ് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമ്മത് എങ്ങനെയാണ് ഇവിടെയൊക്കെ ആണെങ്കിലും ഓക്കെ വോളിയം എന്നൊക്കെ വിചാരിക്കാം. അത് ഫുള്ള് പ്ലാസ്റ്റിക് ബോഡിയാണ് തോന്നുന്നു അല്ലേ? കേസ് ഇടാതെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് CMF-ന്റെ പ്ലാസ്റ്റിക് ബോഡിയാ. എനിക്ക് തോന്നുന്നു ബാക്ക് റിമൂവബിൾ ആയിരിക്കും. അപ്പോൾ റിമൂവ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഒക്കെ മാറ്റാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നിനക്കറിയുന്നത്രയൊക്കെ തന്നെ ഡീറ്റെയിൽസ് എനിക്ക് അറിയുള്ളൂ, ലീക്സ് കണ്ടിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം. അതുകൊണ്ട് ഇപ്പോഴും അറിയില്ല. പക്ഷെ കണ്ടിട്ട് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ആ ഡയലൊക്കെ എന്താണ് വലിയ ഫങ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കുറേ പേര് പറയുന്നു മറ്റേ ക്യാമറ ഒപ്റ്റിക്കൽ അല്ല സൂം ചെയ്യാന്നൊക്കെ ഉള്ള രീതിയിൽ, പക്ഷെ ഡിജിറ്റലി സൂം ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നില്ല, വോളിയായിട്ടും തോന്നുന്നില്ല പ്ലേസ്മെന്റ് കാരണം. പിന്നെ പേജ് സ്ക്രോൾ ചെയ്യുക അതൊക്കെ പക്ഷെ എനിക്ക് ഒരു ഗിമിക് പോലെയൊക്കെ തോന്നുന്നത്. അപ്പൊ എൻ്റെ ഒരു ഗസ് മറ്റേ മേ ബി ബാക്ക് പാനൽ അഴിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ലാൻഡ് യാർഡ് അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നുള്ളൂ തോന്നുന്നു.
അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. പിന്നെ കാൽപ്പേ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, എന്താ പറയുക, AI ഫോണിലുണ്ടാക്കാൻ പോകുന്ന ചേഞ്ച്, UI ഒരുപാട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ എക്സൈറ്റഡ് ആണോ? എന്തൊക്കെയാ ചേഞ്ച് ഉണ്ടാവുക? ആ ഞാൻ അത്യാവശ്യം എക്സൈറ്റഡ് ആ. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു എൻവിഷൻ ചെയ്യുന്ന ഒരു ആപ്സ് ഇല്ലാത്ത ഡയറക്റ്റ് ഇപ്പം നമ്മുടെയൊക്കെ മെയിൻ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അൺപ്രൊഡക്റ്റീവ് യൂസ് വരുന്നത് ആപ്സിൻ്റെ ഒരു പ്രശ്നം കാരണം. ആപ്സ് ഇങ്ങനെ നമ്മളൊരുമാതിരി എന്താ പറയുക, നമ്മുടെ വീക്ക്നെസ്സിലൊക്കെ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേയൊക്കെ ഒരു ആപ്പിൻ്റെ മുകളിൽ വോയിസിലൊക്കെ കൺട്രോൾ വരുത്താൻ പറ്റുമെങ്കിലും നമുക്ക് ഇച്ചിരി കൂടി പ്രൊഡക്റ്റീവായിട്ടും ഇൻറ്റൻഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും കുറേ ആൾക്കാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ AI ഒക്കെ ഇതിനൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ ടാസ്ക് ഒക്കെ ഓട്ടോമാറ്റ് ചെയ്താലും കംപ്ലീറ്റ്ലി പോകുന്ന ആപ്സ് ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിലൊക്കെ എന്തായാലും നമ്മൾ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇച്ചിരി കൂടി പ്രൊഡക്റ്റീവായിരിക്കും നമ്മളിപ്പോൾ ഫോണിൻ്റെ ഒരു യൂസൊക്കെ ഇച്ചിരി കൂടി ഇൻറ്റൻഷനിലായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പം അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ AI സംഭവം ഹെൽപ്പ് ചെയ്യും. ഈ റാബിറ്റ് അതേപോലെ ഹ്യൂമൻ AI അതിനെ പറ്റി എന്താ അഭിപ്രായം? അതുപോലത്തെ AI ഫസ്റ്റ് ഗാഡ്ജറ്റ്സ് ഡിവൈസസ്. എനിക്ക് ഗ്ലാസ്സസ് ഇച്ചിരി കൂടി ഫങ്ഷനലായിട്ട് തോന്നി. പക്ഷേ എനിക്കൊരു സെപ്പറേറ്റ് ഒരു ഡിവൈസൊക്കെ ക്യാരി ചെയ്യുന്നത് എനിക്ക് ഞാനതിൽ സോൾഡ് അല്ല. എനിക്ക് ഇത് കൽപ്പയൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൈമറി AI ഡിവൈസ് എപ്പോഴും സ്മാർട്ട് ഫോൺ തന്നെ ആവാനാ ചാൻസ്. നമ്മൾ ഓൾറെഡി ക്യാരി ചെയ്യുന്ന ഇപ്പോൾ ഗ്ലാസ്സസ് ആണെങ്കിലും മേക്ക് സെൻസ്, അല്ലെങ്കിൽ വാച്ചിലാണെങ്കിലും മേക്ക് സെൻസ്. നമ്മളൊക്കെ ഓൾറെഡി ക്യാരി ചെയ്യുന്ന ഡിവൈസസ് ആണല്ലോ. ആൻഡ് എവഞ്ച്വലി അതിൽ തന്നെ എത്തും. എനിക്ക് മെറ്റയുടെ റൈബാൻ്റെ ഗ്ലാസ്സൊക്കെ അതൊക്കെ ഇച്ചിരി കൂടി ഫങ്ഷനലായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എവഞ്ച്വലി വാച്ചിൽ അല്ലെങ്കിൽ ഫോണിൽ തന്നെ ആയിരിക്കും. എനിക്ക് ഇപ്പോഴും ഞാൻ സർപ്രൈസ്ഡ് ആയി, ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു AI ബേസ്ഡ് വാച്ചൊന്നും ഇതുവരെ ഇറങ്ങാത്തത്. അതൊക്കെ നല്ലൊരു ഹാർഡ്വെയർ ഓപ്ഷനായിട്ട് തോന്നിയിട്ടുണ്ട്. ഏറ്റവും നല്ല AI ഡിവൈസ് ഉണ്ടാക്കാൻ പറ്റണത് ആപ്പിളിനോ അല്ലെങ്കിൽ ഗൂഗിളിനോ ആവില്ലേ കറൻ്റ്ലി? എനിക്ക് ആപ്പിളിനേക്കാളും നല്ലത് ഗൂഗിളായിട്ട് തോന്നുന്നത്. കാരണം ഒരുപാട് ഡാറ്റ വേണ്ടി വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ ആപ്പിളിനൊരു അത്യാവശ്യം പ്രൈവസി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അവർക്കൊരു പരിധിക്കപ്പുറം യൂസേഴ്സിൻ്റെ ഡാറ്റയൊക്കെ ട്രെയിൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ. ഇപ്പോൾ ആപ്പിൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പുതിയ ഡിവൈസൊക്കെ കുറേ ഇൻ ഡിവൈസ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. നമുക്ക് ഒരു ഫോണിൻ്റെ ഹാർഡ്വെയർ വെച്ചിട്ട് പ്രോസസ്സിങ് വെച്ചിട്ട് AI പ്രോസസ്സ് ചെയ്യാൻ. അത് ഫ്യൂച്ചർ എന്തായാലും ക്ലൗഡിൽ തന്നെ ആയിരിക്കും. ഈ ക്ലൗഡിലൊക്കെ ഡാറ്റ കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് അത് പറ്റുള്ളൂ. അത് അവർ ഇപ്പം എന്തോ ഇറക്കിയില്ല ആപ്പിൾ ഇൻ്റലിജൻസിൽ, ക്ലൗഡ് എന്തോ സെക്യൂർ ക്ലൗഡ് എന്തോ പറഞ്ഞിട്ട്. അതായത് ഈ അവരുടെ മറ്റേ M1 സിലിക്കൺ ചിപ്പ് വെച്ചിട്ട് ഒരു ക്ലൗഡ് സംഭവം വെച്ചിട്ട്. പക്ഷെ അതായാലും ഒരു എനിക്ക് എന്തൊക്കെ ഡാറ്റ എത്രത്തോളം ഡാറ്റയൊക്കെ സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയൂല. മേ ബി ഫ്യൂച്ചറിൽ അത് ഇച്ചിരി കൂടി അവരുടെ പോളിസീസൊക്കെ ആൾക്കാർ കംഫർട്ടബിൾ ആവണനുസരിച്ച് പേഴ്സണൽ ഡാറ്റയൊക്കെ ക്ലൗഡിൽ ചെയ്യാം. അവർ പ്രോമിസ് ചെയ്തിരിക്കുന്നത് അതാ. പക്ഷെ എത്രത്തോളം അത് ഉണ്ടെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എനിക്ക് എളുപ്പം തോന്നുന്നു ഗൂഗിളിനായിരിക്കും. ഗൂഗിൾ ഓൾറെഡി നമ്മുടെ ഡാറ്റയൊക്കെ നമ്മൾ യൂസ്ഡ് ആണ് ഗൂഗിൾ ഇത്രയും ഡാറ്റ കെയർ ചെയ്യുന്നതിൽ. അപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ കൺട്രോൾ ഉള്ളത് ആപ്പിളിനും ഗൂഗിളിനാണല്ലോ. അപ്പോൾ അവർ തന്നെ എവെൻച്വലി ജയിക്കും. ഇപ്പോൾ ഈ ന്യൂ പ്ലേയേഴ്സിനുള്ള പ്രശ്നം തന്നെയല്ലേ. ഇപ്പോൾ ഹ്യൂമൻ ആണെങ്കിലും ഇവർക്ക് ഒരു ഡാറ്റയും ഇല്ല, ഒന്നുമില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നത്തിങ് ഇപ്പോൾ എന്തോ ChatGPT ഇൻ്റഗ്രേഷൻ, അതേപോലെ കുറച്ച് മുന്നേ പെർപ്ലക്സിറ്റി എന്തോ കൊടുത്തില്ലായിരുന്നു. അതേപോലെ 2A റിലീസിൻ്റെ ഒപ്പം 1 year ഒരുപാട് ഇൻ്റഗ്രേഷൻ നടത്താനുള്ളത് ആർക്കേറ്റും ഏതായിട്ട് എന്തോ ആർക്കെയോ ആർക്ക് ബ്രൗസറായിട്ട് ആർക്ക് അവരായിട്ട് എന്തോ പറഞ്ഞു ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. മോസ്റ്റ്ലി ആർക്കിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ ഫസ്റ്റ് ഇറങ്ങുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെന്തോ ഹ്യൂമനായിട്ട് എന്തോ ട്രാക്കിലുള്ളതായിട്ട് എന്തോ ട്വിറ്ററിൽ ഇട്ടിരുന്നല്ലോ കാൽപ്പേ കുറേ മുന്നേ.
അതെന്തോ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഒരു സ്ക്രീൻഷോട്ടാണ് ഇട്ടത്. അതും പക്ഷെ എനിക്ക് പുള്ളി ഭയങ്കര ആക്റ്റീവാ സ്പേസിൽ, ഈ AI ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട്. പുള്ളി പിന്നെ ഈ പെട്ടെന്ന് ഒരു മൂവ് ചെയ്യുന്ന ഒരു അത്യാവശ്യം അറ്റാക്കിങ് CEO ആണല്ലോ. ട്രൈ ചെയ്യുക, ഫെയിൽ ചെയ്യണമെങ്കിൽ ഫെയിൽ ആയിട്ട് എന്നുള്ളൊരു മൂഡിലുള്ള ആളാ. മൂപ്പരെ മീറ്റ് ചെയ്തെന്ന് എന്താ ഇങ്ങനെ ഉണ്ടായിന് ബാംഗ്ലൂരിൽ നിന്ന്? ഫസ്റ്റ് മീറ്റ് ചെയ്ത് ബാംഗ്ലൂരാ. അത് അടിപൊളിയായിരുന്നു. അന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒരു 30-35 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഭയങ്കര എല്ലാരും പുള്ളിനെ പൊതിയായിരുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി അതിന്റെ ഇടയിൽ പോയിട്ട് നമ്മളും കൂടി എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഇച്ചിരി കൂടി ഈസി ആയി. പിന്നെ ഞാൻ ആ സമയത്ത് ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എൻ്റെ ഡിവൈസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് വെച്ച് പോയി സംസാരിച്ച്, ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന ആളാ. പുള്ളിയോട് ക്യാമറ ഉണ്ട്, കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി, ക്യാമറയുടെ കാര്യങ്ങളും. പുള്ളി ഇങ്ങനെ ചോദിച്ച് ജെന്യുവൻലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയുണ്ട് ക്യാമറ, എങ്ങനെയുണ്ട് ഫീച്ചേഴ്സ്, എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച്. പിന്നെ പുള്ളി കോൺസ്റ്റന്റ്ലി ആൾക്കാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും അധികം പുള്ളി മറ്റേ വാരാൻ നിന്നില്ല. പിന്നെ ഡൽഹി വെച്ച് കണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇതുപോലെ അന്ന് ഭയങ്കര ബിസി ആയിരുന്നു. ആ ലോഞ്ച് ഇവന്റിന്റെ തലേ ദിവസമായിരുന്നു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ പ്രാക്ടീസിലൊക്കെ ആയിരുന്നു, അവർക്ക് പ്രസന്റേഷന്റെ. അപ്പൊ ഞാൻ പിന്നെ പുള്ളി കണ്ട് റെക്കഗ്നൈസ് ഒക്കെ ചെയ്ത് ഒരു മിനിറ്റ് സംസാരിച്ച് പിന്നെ പുള്ളിയുടെ പണി നോക്കി പോയി. ആരും ശല്യപ്പെടുത്താൻ ചെന്നില്ല. MK വെച്ചിട്ട് ആപ്പിൾ പ്രിന്റർ ഇറക്കണമെന്നൊക്കെ പറയില്ലേ? ആപ്പിളിന്റെ പ്രിന്റർ വേണം, ആപ്പിളിന്റെ ക്യാമറ വേണം. അതേപോലെ നിങ്ങൾ നത്തിങ് എന്ത് ഇറക്കണം എന്നാണ് വിചാരിക്കണം, ഒരു വിഷ് ലിസ്റ്റ് ഐറ്റംസ്? നത്തിങ്ങിന്റെ എനിക്ക് തോന്നുന്നു എനിക്ക് മറ്റേ ചെറിയ ഫോൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടം, ഒരു 6 ഇഞ്ച് അല്ലെങ്കിൽ അതിന് താഴെയുള്ള സൈസുള്ള. അപ്പൊ അങ്ങനത്തെ വല്ല ഡിവൈസ് ഇറക്കി കഴിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ അതൊക്കെ പിക്സൽ 4 ഇഷ്ടമായിരുന്നോ? അതിന്റെ ഫോം ഫാക്ടർ ഇഷ്ടമായിരുന്നു, പക്ഷെ പെർഫോമൻസ് ഒക്കെ ഇച്ചിരി പെശകായിരുന്നല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു സ്പീക്കറൊക്കെ ഇറക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സ്പീക്കർ നല്ലതായിരിക്കും. പിന്നെ എനിക്കറിയില്ല, അവരെ ഓഡിയോ സ്പേസിൽ ഇച്ചിരി കൂടി ഫൂട്ട് ഉറപ്പിച്ചുകൊണ്ട് അവർക്ക് ആ സ്പേസിൽ ഇച്ചിരി കൂടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയൊരു ഫോൺ, അതന്നെ ഉള്ളൂ. വേറെ ഇങ്ങനെ വിഷ് ലിസ്റ്റിലൊന്നുമില്ല. CMF എന്താ പറയുക, ചൈനീസ് ബ്രാൻഡുകളെ കളയോ? റിയൽമി പോലത്തെ, ഷവമി പോലത്തെ, റെഡ്മി. അങ്ങനെ അവർക്ക് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടി എക്സ്പെരിമെന്റ് ചെയ്യാനുള്ളൊരു അത്ര പോളിഷ്ഡ് അല്ലാത്ത ഒരു ബ്രാൻഡ് പോലെ ഇറക്കിയെന്ന് എനിക്ക് മനസ്സിലാക്കിയത്. പിന്നെ അതിന്റെ ഡിസൈനൊക്കെ നത്തിങ് തന്നെ ചെയ്യുന്നത്, ഒരു ലണ്ടൻ ബേസ് തന്നെ. പക്ഷെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിന്റെ ഡിസൈനൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു CMF വാച്ചിലൊക്കെ. CMF വാച്ചൊക്കെ ഇച്ചിരി ആണെങ്കിൽ ഒരു ഫെയിലിയർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സംഭവമായിരുന്നു. അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് അത്ര നത്തിങ്ങിന്റെ ഒരു നിലവാരം ഉണ്ടായില്ല. CMF ബഡ്സ് ആക്ച്വലി അവർ തന്നെ ട്യൂൺ ചെയ്ത് അവർ തന്നെ ഡിസൈൻ ചെയ്ത സംഭവമായിരുന്നു. ഞാൻ ആക്ച്വലി ഇപ്പോൾ യൂസ് ചെയ്യുന്നതാ. അത് നല്ലൊരു, എനിക്കിഷ്ടം അത്. പക്ഷെ CMF വാച്ചിലൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. ഡെയിലി ഡ്രൈവർ എന്താ, അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെ എവരിഡേ ക്യാരി ഡെയിലി ഡ്രൈവർ? നത്തിങ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുള്ളൂ. അധികം സാധനങ്ങൾ എൻ്റെ നത്തിങ് ഫോൺ 1 മെയിൻ ഡിവൈസ്. ഇപ്പോൾ 2 ഇയർ പ്ലസ് ആയെന്ന് തോന്നുന്നു. എന്നായിരുന്നു ലോഞ്ച്? എത്ര നാളായി എനിക്ക് ഓർമ്മയില്ല. ഇറങ്ങി പിന്നെ 2 ഇയേഴ്സ് ആയെന്ന് തോന്നുന്നു ഇപ്പോൾ ഏകദേശം. അതിൻ്റെ ഒരു ഏജ് കാണിച്ചു തുടങ്ങി. ക്യാമറയിലൊന്നും അത്ര ഹാപ്പി അല്ല, പക്ഷെ കുഴപ്പമില്ല. ഞാൻ പിന്നെ റോയിൽ എടുക്കാറ് എപ്പോഴും. പിന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ മാക്ബുക്ക് M2 Pro. എങ്ങനെയുണ്ട്? അത് സെറ്റാ, ഭയങ്കര സ്റ്റെപ്പ് ആയിരുന്നു. ആപ്പിളിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് മാക്ബുക്ക് ആണോ ഇപ്പോൾ പറയാൻ പറ്റും? അങ്ങനെ മാക്ബുക്ക് വേറൊരു ലീഗ ഇപ്പോഴും. വെച്ചാൽ നമുക്ക്
മറ്റൊരു സമയത്ത് എങ്ങനെ ഇതെന്നുള്ളൊരു ഇതിന്റെ ഫാന് പോലും നമുക്ക് കറങ്ങണ കേൾക്കാറില്ല, എത്ര ഹെവി റണ്ടർ ചെയ്താലും. അപ്പൊ ഒരു മാജിക് പോലത്തെ ഒരു സംഭവം ഇത്. ഐഫോണൊക്കെ ആയാലും കമ്പയർ ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡ് അങ്ങനത്തെ രീതിയിൽ. പക്ഷെ മാക്ബുക്ക് ഇപ്പോഴായാലും ആ ഒരു ഇതില്ല കമ്പാരിസൺ. മാക്ബുക്കിന് ഈ അടുത്ത് എന്തെങ്കിലും കോമ്പറ്റീഷൻ വരുമോ ആ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആംബേസ്റ്റ് കുറെ ചിപ്പൊക്കെ ഇറക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സ്നാപ്ഡ്രാഗന്റെ എക്സൽ. എലൈറ്റ് അത് അത്യാവശ്യം കേട്ടിട്ട് പ്രോമിസിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ മേ ബി ഒരു 1-2 ജനറേഷൻ കൂടി കഴിയുമ്പോൾ കാച്ചപ്പ് ചെയ്യായിരിക്കും. പിന്നെ ആ ഒരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ കൺട്രോൾ ഉള്ളതിൻ്റെ ഒരു ബെറ്റർ ഒരു ഒപ്റ്റിമൈസേഷൻ ആപ്പിളിനുണ്ടാവും. എന്നാലും ഒരു അത്യാവശ്യം നമുക്കൊരു 80%, 75% ഒക്കെ കപ്പാസിറ്റി ഉള്ള വിൻഡോസ് ഒക്കെ ഇറങ്ങിയായിരിക്കും ഇപ്പോൾ ഈ അടുത്ത് തന്നെ, ഒരു നെക്സ്റ്റ് ഇയർ ഒക്കെ ആയിട്ട്. നത്തിങ് ലാപ്ടോപ്പ് സ്പേസിൽ വരാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണെന്നേ ഞാൻ പറയുള്ളൂ. മേ ബി ഫാർ ഫ്യൂച്ചർ. ഈ അടുത്ത് അവരുടെ ഒരു ട്രജക്ടറി കണ്ടിട്ടെങ്കിൽ തോന്നുന്നില്ല വരുന്ന്. അവര് ഇച്ചിരി കൂടി ഈ മൊബൈൽ സ്പേസിൽ തന്നെ. പിന്നെ അവരുടെ പുതിയൊരു കമ്പനി ആയതുകൊണ്ട് അവർ ഒബ്വിയസ്ലി എന്താ പറയുക നല്ല ഗ്രോത്ത് ഉള്ള ഒരു മാർക്കറ്റിലൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ലാപ്ടോപ്പൊക്കെ അത്ര ഗ്രോത്ത് ഉള്ളൊരു മാർക്കറ്റല്ല. ഇപ്പോൾ സ്മാർട്ട് ഫോണും ഇപ്പോൾ TWS ഒക്കെ നല്ലപോലെ വളരുന്ന ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഗ്രോത്ത് ഉള്ള ഒരു ഇതിലൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ പവർ ബാങ്ക് ഇങ്ങനെ പറയും ആൾക്കാർ, പവർ ബാങ്ക് ഇറങ്ങിയാൽ അടിപൊളിയായിരിക്കും. പക്ഷേ പവർ ബാങ്ക് ഒക്കെ ഇപ്പോൾ ആക്ച്വലി യൂസ് കുറഞ്ഞ് വരെ നമ്മുടെ ഫോണൊക്കെ അത്യാവശ്യം കേപ്പബിൾ ആയതുകൊണ്ട്. പിന്നെ ഫേവറേറ്റ് ടെക് പ്രൊഡക്ട്സോ അല്ലെങ്കിൽ ഹാർഡ്വെയർ ഗാഡ്ജറ്റ്സോ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ടെക് പേഴ്സണാലിറ്റീസ് റിവ്യൂവേഴ്സ്? അതിപ്പോൾ കുറേ അല്ല, അങ്ങനെ ഇതിലേതാ പറയണ്ടേ? ഓക്കെ, ക്വസ്റ്റിൻ്റെ പ്രശ്നമാണ്. ഫസ്റ്റ് ഹാർഡ്വെയർ ഡിവൈസസ്. ഞാനിപ്പോൾ ലുക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ പറയാം, കമ്പനീസും ആൾക്കാരും. എനിക്ക് ഇപ്പോൾ ഈ ആർക്ക് ബ്രൗസർ, നമ്മുടെ ജോഷ്, പുള്ളിയുടെ ഫുൾ നെയിം എന്താ, ജോഷ് മില്ലറോ, ജോഷ്, പുള്ളിയും പുള്ളിയുടെ കമ്പനിയും നല്ലപോലെ ക്ലോസ്ലി നോക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ കൾച്ചറും അവരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതെന്നൊക്കെ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഈ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത AI ബേസ്ഡ് പ്രോഡക്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റാബിറ്റ് ആയാലും ഹ്യൂമൻ ആയാലും തന്നെ ഭയങ്കര ഐഡിയ നൈസ്, പക്ഷെ അവരുടെ എക്സിക്യൂഷനോ അല്ലെങ്കിൽ അതൊന്നും ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ കുറേ ട്വിറ്ററിൽ കുറേ ഡിസൈനേഴ്സും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഡിമിട്രി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്, നമ്മുടെ ഒരു സീറോ ക്യാം എന്ന് പറഞ്ഞിട്ട് ആപ്പിളിന് വേണ്ടിയിട്ടൊരു ആപ്പ് ഇറക്കിയ ഒരാളാണ് ദിമിത്രി. ഡിമിട്രി, പ്രൊണൗൺസിയേഷൻ അറിയില്ല, എനിക്കറിയാം. കണ്ടാണ് ആർക്ക് ബ്രൗസറിന്റെ ക്യാൻഡി ഡിസൈൻ ചെയ്ത പുള്ളി ഭയങ്കര കിടില ആളാ, ഭയങ്കര അടിപൊളി ഡിസൈനറാ. ഇപ്പൊ റൈവ് എന്നുള്ളൊരു ആനിമേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള. അതിലൊക്കെ പുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോ ഡിസൈനർ എന്താണെന്ന് അറിയില്ല, പക്ഷെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ MKBHD ഒക്കെ പുള്ളിനൊക്കെ കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു പണ്ട് മറ്റേ നിങ്ങൾ ആ സ്റ്റൈല് ഇൻസ്പയർഡ് ആയിരുന്നു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത്? ആനിമേഷൻസോ പുള്ളിയുടെ ആനിമേഷൻസ് ആയാലും പുള്ളിയുടെ പണ്ടൊട്ട് ഞാൻ ഫാനാ. എനിക്ക് ഇന്നൊരു 10,000 സബ്സ്ക്രൈബർ ഒക്കെ ഉള്ളപ്പോൾ തൊട്ട് ഞാൻ പുള്ളിനെ ഫോളോ ചെയ്യുന്നതാ, ചെറുപ്പം തൊട്ട്. അതായത് ഈവൻ കോളേജിലൊക്കെ വരുന്നതിന് മുമ്പ് അന്ന് ഫോളോ. അപ്പോൾ പുള്ളി കുറേ ഇൻസ്പയർഡാ. പുള്ളിയുടെ സ്റ്റൈലായാലും പുള്ളിയുടെ പ്രസൻറ്റേഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണല്ലോ. അങ്ങനെ പിന്നെ എനിക്ക് ഇമീഡിയറ്റ്ലി തലയിലൊന്നും വരുന്നില്ല. ഹാർഡ്വെയർ ടീനേജ് എഞ്ചിനീയറിംഗ് അറിയൂലേ, അവരുടെ ഡിസൈനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ അധികം ടെക് സ്പേസിൽ ഇപ്പോൾ ഒരു പോയിന്റ് വരെ ഭയങ്കര ഹാർഡ്വെയർ അല്ലെങ്കിൽ എല്ലാ ഫോണിൻ്റെയും
ഇതൊക്കെ നോക്കുമായിരുന്നു എന്തൊക്കെ നടക്കുന്നത്. ഇപ്പൊ അങ്ങനെ അത്ര ഒബ്സർവ് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പൊ ഷവോമി എന്താ ചെയ്യുന്നത്, ഒപ്പോ എന്താ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. അവരുടെ ഫോണൊക്കെ ഏതാണെന്നൊന്നും. കുറെ പേരൊക്കെ ഇങ്ങനെ ചോദിക്കും ഈ ഫോൺ നല്ലതാണോ അതാണോ, എനിക്കറിയില്ല എന്ന് അറിയാൻ. ഇപ്പൊ ഇച്ചിരി കൂടി ഞാൻ നോക്കുന്ന ആ ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ സൈഡിലുള്ള കാര്യങ്ങളാണ്. എഐന്റെ പ്രോഗ്രസിനെ പറ്റി എന്താ, പേടിയാണോ അതോ ഒപ്റ്റിമിസ്റ്റിക് ആണോ? പേടിയുണ്ട്. പ്രശ്നം ഒപ്റ്റിമിസ്റ്റിക് ആണ് ഞാൻ. പക്ഷെ ഒന്ന് വെച്ചാൽ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു സ്റ്റേജ് എത്തി. ഇപ്പൊ നമ്മ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു 2-3 ആൾക്കാർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായത് ഇപ്പൊ. അപ്പൊ നമ്മത് ഇനി വേണ്ടാന്നുള്ളൊരു അത് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് എവൻച്വലി വരും. അപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിനെ എംബ്രേസ് ചെയ്ത് ഇതിന്റെ ഗ്രോത്ത് അനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ളൊരു സെക്യൂർ ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കാന്നുള്ളതാ. അപ്പൊ മീൻസ് ക്രിയേറ്റീവ് ജോബ്സിലൊക്കെ ഉള്ള ഇൻഫ്ലുവൻസ്. അതൊന്നും ഞാൻ പറയിട്ടല്ല. നമ്മൾ ഇപ്പൊ അൾട്ടിമേറ്റ്ലി എല്ലാ സംഭവത്തിന്റെ കോർ എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ്. ഇപ്പൊ ഡിസൈൻ ആണേലും അല്ല ഒരു ആർട്ട് ഫീൽഡിന്റെ ആയാലും. സോ അതാണ് അതിന്റെ ബേസ്. അപ്പൊ നമുക്കത് ചെയ്യാൻ അതെനിക്ക് എന്താ പറയാ, ഒരു ഹ്യൂമന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പോയിന്റിന്റെ അപ്പുറം ഒരു എഐക്ക് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്രിയേറ്റിവിറ്റി ഓക്കെ, പക്ഷെ മേ ബി ഇമോഷൻസും കൂടി എമുലേറ്റ് ചെയ്യുന്ന എഐക്ക് വന്നാലും ഓക്കെ, ഞാനത് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയും. പക്ഷെ അതെത്താത്തടത്തോളം കാലം ആ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് വേറൊരു സ്കില്ല. അതുള്ളിടത്തോളം കാലം പിന്നെ ഈ വേറെന്ത് ടൂൾസൊക്കെ ഓട്ടോമേറ്റഡ് ആയാലും എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ടൂൾസ് ഓട്ടോമേറ്റഡ് ആകുമ്പോൾ നമ്മൾ കുറേ കേപ്പബിൾ ആവില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അതെ, കുറേയൊക്കെ സ്പീഡാവും. ഇപ്പം എനിക്ക് തോന്നുന്നു കൾച്ചറലി നമ്മളിപ്പോൾ കുറേയൊക്കെ എന്താ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ റെസ്പെക്റ്റ് ഒക്കെ വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ഹാർഡ് വർക്കില്ല. ഇപ്പം ഞാൻ ഇത്ര 10 മണിക്കൂർ എടുത്ത് ചെയ്തു, അപ്പോൾ അത് ഭയങ്കര ഇമ്പ്രസീവ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എനിക്കത് ആക്ച്വലി അത് ഇമ്പ്രസീവ് ആണ്. പക്ഷെ നമ്മളുടെ അൾട്ടിമേറ്റ്ലി ഇങ്ങനത്തെ ടൂൾസ് വരുമ്പോൾ അതൊക്കെ ഈസി ആവും. ഇപ്പം നമ്മൾ 10 മണിക്കൂർ ചെയ്യുന്നത് ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ വാല്യൂ നമ്മൾ ഇങ്ങനത്തെ ടൈം ബേസ് ചെയ്ത് ലേബർ ബേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് ആ ഒരു സംഭവത്തിൽ അസൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. ആൻഡ് ഞാൻ ബിലീവ് ചെയ്യുന്നത് അതിലായിരിക്കണം, നമ്മുടെ ആ ഒരു സംഭവത്തിലായിരിക്കണം, നമ്മുടെ സ്റ്റോറി ടെല്ലിങ്ങിലായിരിക്കണം ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഡിസൈനറുടെ കയ്യിലും വാല്യൂ ഇരിക്കേണ്ടത്. അയാൾ എത്ര മണിക്കൂർ പണിയെടുത്തുന്നോ അല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അതിൽ വരേണ്ടത്. ഈവൻ ദോ അത് റെസ്പെക്റ്റബിൾ ആണെങ്കിലും. ഇപ്പം എ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ടൂൾസ് വരും, നമ്മൾ സ്പീഡപ്പ് ആവും, നമ്മളുടെ ഐഡിയ റിയാലിറ്റി ആവാനുള്ള സമയവും ഫ്രിക്ഷനൊക്കെ കുറയും. അപ്പോൾ നമ്മൾ അതായിരിക്കണം കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഹ്യൂമനായിട്ട് റോബോട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? ടെസ്ല ബോട്ട് ആണെങ്കിലും അതായാലും ഇപ്പം എ വന്നുകൊണ്ട് അത് ഇച്ചിരി സ്പീഡപ്പ് ആയിട്ടുണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ സംഭവങ്ങളൊക്കെ. മീൻസ് എന്തൊക്കെ ആൾക്കാർ വാങ്ങും, എല്ലായിടത്തും ഹ്യൂമൻ റോബോട്ടൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഫ്യൂച്ചർ ഇതൊക്കെ എന്തായാലും ഉണ്ടാവും. ഇപ്പം എ വെച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഗ്ലോബൽ സ്കെയിലുള്ള അല്ലെങ്കിൽ മറ്റേ എന്താ സ്പീഷ്യസ് എൻഡിങ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതൊരു മാറ്റർ ഓഫ് ടൈമാണ്. അത്രയും പവർ മനുഷ്യന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും ഉണ്ടാവും. അതൊരു ക്വസ്റ്റ്യനേ അല്ല. നമ്മ ഇത് എതിർത്തു എന്ന് പറഞ്ഞിട്ട് ഇത് നിൽക്കാനൊന്നും പോകുന്നില്ല. ആൻഡ് ഹ്യൂമനോയിഡ് റോബോട്ട്സ് വരികയും ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ എത്രയും പ്രിപ്പയർഡ് ആയിട്ടിരിക്കും ഉള്ളതിലെ കാര്യം. പക്ഷെ ഈ അടുത്തേക്ക് തോന്നുന്നില്ല. അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ആയാലും ഈ എനർജി ബാറ്ററി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ ഇതിന്റെ ഈ പ്രോട്ടോടൈപ്പ് സാധനങ്ങളൊക്കെ കാണുന്നുള്ളൂ. അരമണിക്കൂർ 1 മണിക്കൂർ സംഭവങ്ങൾ. അതും മതി ഡാമേജ് ഉണ്ടാക്കാൻ. ബട്ട് സ്റ്റിൽ നമ്മളുടെ ഒരു വിഷനിലുള്ള പോലെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഭയങ്കര ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് എത്തണമെങ്കിൽ ആ ബാറ്ററി ഒരുപാട് സാധനം പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
എനിക്കിപ്പോൾ ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ലിമിറ്റിനേക്കാളും ഹാർഡ്വെയർ ലിമിറ്റ് തന്നെ ഇപ്പോൾ കാണുന്നത്. ബാറ്ററി ടെക്നോളജി ഒക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ മേ ബി ഇതാവും. ഫാക്ടറി ഫ്ലോറിലൊക്കെ എന്താ പറയാ പ്ലഗ് ഇൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. അങ്ങനത്തെ ഇതിലൊക്കെ ആവും. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി കുറേയൊക്കെ ഓട്ടോമേറ്റഡ് ആയി. ഹ്യൂമനോയിഡ് അതിപ്പോ ഫാക്ടറീസിനുള്ളിലേ ഓൾമോസ്റ്റ് റോബോട്ട്സ് തന്നെ അല്ലേ, ഹ്യൂമനോയിഡ് ഫോം അല്ല എന്നല്ലേ ഉള്ളൂ. അതെ അതെ. പിന്നെ എനിക്കൊന്ന് ഒരു പ്രശ്നം കൂടി അത് എല്ലാവരും റോബോട്ട്സ് എന്ന് പറയുമ്പോൾ ആ ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഒരു സാധനം തലയിലുള്ളത്. നമ്മ അത് ഇച്ചിരി കൂടി ഇപ്പോൾ മറ്റേ വീട്ടിലൊക്കെ ഉള്ള മറ്റേ വാക്വം ക്ലീനർ ഇല്ലേ, മറ്റേ എന്താ പറയാ, അതൊക്കെ ടെക്നിക്കലി റോബോട്ടാ. നമ്മളത് ആ ഹ്യൂമനോയിഡ് ഫോമില്ലാന്നുള്ളൂ. വാഷിംഗ് മെഷീൻ ഒരു രീതിയിൽ ആലോചിച്ച റോബോട്ടാ, ലൈക്ക് ആ ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള. കാറും ടെസ്ല. അതെ അതെ. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ചുറ്റും ജീവിക്കുന്നുണ്ട്. പിന്നെ ഹ്യൂമനോയിഡ് റോബോട്ട്സ് ഒക്കെ ഒരു പോയിന്റ് കഴിഞ്ഞാലേ ഫങ്ഷനിലാവുള്ളൂ. നമ്മുടെ എലോൺ മസ്കിന്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹ്യൂമനോയിഡ് റോബോട്ട്സ് നമ്പർ ഓഫ് ഹ്യൂമൻസിനേക്കാൾ എക്സീഡ് ചെയ്യും, 10 times ഒക്കെ ആവും എന്നുള്ള പോലത്തെ. അത് എപ്പോഴാ, ചിലപ്പോൾ ആയിരിക്കും, എപ്പോഴാന്നറിയില്ല. നിങ്ങളെ കഴിഞ്ഞ 3 വർഷത്തിൽ എന്തെങ്കിലും എടുത്തൊരു ഡിസിഷൻ, ആ ഡിസിഷൻ എടുത്ത് വളരെ നന്നായി, എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയതോ എന്തെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ ചെയ്ത് അതുകൊണ്ട്, ആ ഡിസിഷൻ എടുത്തോണ്ട്? 3 വർഷത്തിനുള്ളിലാ ഏറ്റവും വലിയ ഡിസിഷൻ എന്ന് വെച്ചാൽ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് മൂവ് ചെയ്യാന്നുള്ള സംഭവം ഇപ്പാലേക്ക് ഭയങ്കര സന്തോഷമുള്ളതായിരുന്നു. ഇപ്പൊ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ എന്നുള്ള സ്റ്റേജ് എത്തിയിട്ടില്ല, എന്നാലും ഇപ്പോൾ ഒരു ട്രജക്ടറി ആലോചിക്കുമ്പോൾ നല്ലതായിരുന്നു. എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിനായാലും ഫിസിക്കൽ ഹെൽത്തിനൊക്കെ ആയാലും അത് നല്ലൊരു ഡിസിഷനായിരുന്നു. ഹാപ്പിയാണ് ഞാനിപ്പോൾ ഈ ഒരു മൂവിൽ. പിന്നെ ഞാൻ അത്രത്തോളം ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കുറേ സ്കില്ല് പഠിക്കാനായാലും. അപ്പോൾ പക്ഷേ ഈ ഒരു ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ നത്തിങ് ഫോൺ എടുക്കാന്നുള്ളൊരു ഡിസിഷൻ, നത്തിങ്ങിൽ അത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള സംഭവം നല്ലതായിരുന്നു. അതിൻ്റെ എന്താ കുറേ അവിടെ ഉള്ള കുറേ മെമ്പേഴ്സിനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല കണക്ഷനൊക്കെ ഉണ്ട്, അവരായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ അതൊരു ബെറ്റ് പോലത്തെ പരിപാടിയായിരുന്നു. നത്തിങ്ങിൽ അത്ര ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ കുറേ സമയമൊക്കെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്ത് ചെയ്യാന്നുള്ളതൊക്കെ. റിട്ടേൺ ഉറപ്പൊന്നുമില്ല. പിന്നെ എനിക്ക് ഓക്കെ ആയിരുന്നു അത് ഫെയിൽ ആയാലും, കാരണം അറ്റ് ഓഫ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു, നമ്മൾ കെയർ ചെയ്യുന്നൊരു സംഭവമായിരുന്നു. നമ്മൾ ജസ്റ്റ് അതിൽ കയറി പറ്റണം എന്നുള്ളത് മാത്രമായിരുന്നില്ല ഇൻറ്റൻഷൻ. പക്ഷെ ഇപ്പം അതും നല്ലൊരു ഇതായിരുന്നു, അത്ര ഇൻവെസ്റ്റ് ചെയ്തത് സമയമൊക്കെ. വേറെ ഈ മാക്ബുക്ക് എടുത്തത് നല്ലൊരു ഡിസിഷനായിരുന്നു. എനിക്ക് തോന്നുന്നൊരു നെക്സ്റ്റ് ഒരു 3-4 years ആയാലും അതിൻ്റെ ഒരു ഏജ് കാണിക്കൂല ഈ പ്രൊഡക്റ്റ്, അത് ഉറപ്പാ. അപ്പോൾ അത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ആക്ച്വലി നല്ല വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, പക്ഷേ കൊള്ളാം, വർത്തിട്ടാണ്. പിന്നെ അത് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ എൻ്റെ പൈസ ഉണ്ടാക്കുന്ന മെഷീൻ ഇതായതുകൊണ്ട് എനിക്കത് ഒത്തിട്ടാണ്. അല്ലാതെ സിനിമ കാണാനൊക്കെ M2 Pro ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അപ്കമിങ് ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഇൻട്രസ്റ്റിംഗ്? ഫ്യൂച്ചർ പ്രൊജക്ട്സ് ഞാനിങ്ങനെ ഭയങ്കര ലോങ് ടേം നത്തിങ് ആയിട്ട് ഇത് ക്ലോസ്ലി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് പ്രൊജക്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഞാൻ അറ്റ് ദ സെയിം ടൈം ഒരു 3-4 എണ്ണത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചാടി ചെയ്തു. അതാണ് എൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് വർക്ക്. പിന്നെ ഒരു വലിയ ഞാൻ തന്നെ ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിരിക്കും, മൾട്ടിപ്പിൾ ആൾക്കാരില്ലാത്ത. അതുകൊണ്ട് ഒരു യൂഷ്വലി മിക്ക പ്രൊജക്റ്റും കൂടിപ്പോയ ഒരു 2 മാസം ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലോങ് ടൈം ഇങ്ങനെ ആലോചിച്ചിട്ടില്ല, ഡയറക്ഷൻ ഇതുപോലെ നത്തിങ് ആയിട്ട് ഇച്ചിരി കൂടി വർക്ക് ചെയ്യണം. പിന്നെ ഞാനിങ്ങനെ വേറെ ബ്രാൻഡ്സ് ഒക്കെ നോക്കുന്നുണ്ട്. ഈ ഫ്രെയിം വർക്ക് നേരത്തെ തന്നെ പറഞ്ഞതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഫ്രെയിം വർക്ക് അറിയൂലേ? മോഡുലർ ലാപ്ടോപ്സ് ഉണ്ടാക്കുന്ന. പിന്നെ ഫെയർ ഫോൺ കൊണ്ടൊരു ഇതുണ്ട്, യൂറോപ്പ് ബേസ് ആയിട്ടുള്ള. അവർ ഭയങ്കര സസ്റ്റൈനബിൾ ആയിട്ടുള്ള സോഴ്സ് ഒക്കെ ചെയ്ത് റിപ്പയർ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള. പിന്നെ എക്കോഷ്യ, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലായിരുന്നു ഓരോ ഫോണും?
ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ഫോർ ദ സ്പെക്? ഓബ്വിയസ്ലി എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ റിപ്പയറബിൾ ആയിട്ടൊരു ഫോണൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ഒരു ഇൻറ്റൻഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഫൈൻ. പിന്നെ ഓവർ ദി ടൈം ഇതിൻ്റെ കോസ്റ്റൊക്കെ കുറയും. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ലെറ്റ്സേ ഇപ്പോൾ ഈ $800 ഒരു ഫോൺ $500 നമ്മൾ പേ ചെയ്യുമ്പോൾ ബാക്കി $300 വേറെ ആരെങ്കിലും പേ ചെയ്യേ, ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്ത വർക്കേഴ്സോ അല്ലെങ്കിൽ ആ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഇപ്പോൾ സസ്റ്റൈനബിൾ അല്ലാത്തതിൻ്റെ ഒക്കെ ഉള്ളൊരു കോസ്റ്റ് നമ്മൾ പേ ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല എത്തിക്കലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ ഫുൾ കോസ്റ്റ് എടുക്കുന്നു. അത് അങ്ങനെ ഒരു പോയിന്റ് എത്തണം. ഇപ്പോൾ ഇയുവിൻ്റെ ഒക്കെ ഒരു വർക്ക് ഒരു കൈകടത്തൽ കാരണം പയ്യെ ആ ഡയറക്ഷനിൽ പോകുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുളത്തിലൊക്കെ ആവുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആവണം, അതാണ് എൻ്റെ ഒരു ഹോപ്പ്. എനിക്ക് ഈ ഒരു ടെക് സ്പേസ് ഇപ്പം അത്ര വെടിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരി കൂടി ആപ്പിളിൻ്റെ ഇത് കണ്ടില്ലായിരുന്നു MKBHDയുടെ ഇൻ്റർവ്യൂവിൽ എന്തോ റിലയബിലിറ്റി ഓവർ റിപ്പയറബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പറയണത് പ്രൊഡക്റ്റ് അത്രയും റിലയബിൾ ആവണം, റിപ്പയർ ചെയ്യേണ്ട ആവശ്യം വരരുത് എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഒരു ലെറ്റ്സ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ യൂസ് കഴിഞ്ഞാലും അത് ഈ വേസ്റ്റ് ആയി പോവല്ലേ പലതും. എനിക്ക് തോന്നുന്നത് ആപ്പിൾക്ക് റിട്ടേൺ ചെയ്യാം, പക്ഷെ അത് പ്രോപ്പർലി നടക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സ്ക്രീനൊക്കെ പൊട്ടുന്ന വെച്ചാൽ അതത്ര റിലയബിൾ ഒന്നും അല്ലല്ലോ ഇപ്പോഴും. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീന് വാട്ടർ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ കൈമലർത്തി കാണിക്കുള്ളൂ. അപ്പം അതൊക്കെ ഒരു അത്ര വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്റർ ആവാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്താണ് അഡ്വൈസ് എന്താ പറയുള്ളൂ? ഓരോ ദിവസം കഴിയുമ്പോൾ അത് ഈസി ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ തുടങ്ങിയപ്പോൾ അത്ര അതിനേക്കാളും ബെറ്റർ പ്ലാറ്റ്ഫോംസും ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് ഇപ്പോൾ, ടൂൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി പോസിബിളാണ്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് ക്രിയേറ്ററായിട്ട് കിട്ടുന്ന അത്ര ഫ്രീഡവും ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡവും പിന്നെ ആ ഒരു ടൈം ലൈഫിൽ ഒരു ഫ്രീഡവും ഇതിനും കോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈലിന് ഓക്കെ ആയിട്ട് വേണം ഇതിൽ പോവാൻ. പിന്നെ തുടക്കത്തിലൊക്കെ എന്തായാലും ആ ക്രിയേറ്റീവ് ഫ്രീഡം ഫുള്ളി നമുക്ക് കിട്ടൂല ഒരു സ്റ്റേജ് എത്താതെ. ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോഴും നമ്മുടെ സ്കില്ലിനാണ് ഇപ്പോഴും ആൾക്കാർ പൈസ തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാൻ അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്റ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, നമ്മുടെ ഐഡിയേക്കാളും നമ്മുടെ സ്കില്ലാണ് ഇപ്പോഴും ഒരു മെജോറിറ്റി ആൾക്കാർക്കും വേണ്ടത്. പക്ഷെ നമുക്ക് ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം കിട്ടണമെങ്കിൽ നമ്മുടെ ഐഡിയക്ക് നമ്മൾ ആൾക്കാർ പൈസ തരണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ അടുത്തൊക്കെ റീച്ച് ഔട്ട് ചെയ്യണം. അപ്പം ആ സ്റ്റേജ് എത്താനും ഭയങ്കര സമയമെടുക്കും. ഇപ്പം എനിക്കായാലും ഇപ്പോൾ ആൾക്കാർ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ട് നമുക്ക് ആ ക്രിയേറ്റീവ് ഫ്രീഡം ഫുള്ള് തരുന്ന പ്രോജക്ട്സുകളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആക്ച്വലി ഫുൾ ഫൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ അവർ പറയുന്ന സാധനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബിലീവ് ചെയ്യാത്ത ഐഡിയ ആയിരിക്കും, നമ്മൾ ബിലീവ് ചെയ്യാത്ത പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ഫേസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്. ഇറ്റ്സ് എന്താ ഫുള്ള് ബട്ടർഫ്ലൈസും യൂണിക്കോൺസും അല്ല. ഞാൻ വേഗം നോക്കുമ്പോൾ ഭയങ്കര അൺസ്റ്റേബിളാ, വട്ട് പിടിക്കും. അതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ രസമാണ്. നിങ്ങൾക്ക് കൊച്ചിയിൽ എവിടെയെങ്കിലും ഒരു വലിയ ഫ്ലെക്സ് അടിക്കാൻ പറ്റും, വലിയൊരു ഫ്ലെക്സ്, നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ, നിങ്ങളെന്താ എഴുതുക? എന്താ അതിന്റെ പർപ്പസ് എന്താ? പർപ്പസ് ഒന്നുമില്ല, വെറുതെ നിങ്ങൾക്ക് വലിയൊരു ഫ്ലെക്സ് അടിക്കാൻ പറ്റും, നിങ്ങൾ എന്താണ് എഴുതാൻ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളോ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻസ് ഓൺ പർപ്പസ്. അല്ല ഒന്നും അല്ലെങ്കിൽ സാധാ എന്തെങ്കിലും വല്ല ബി കൈൻഡെന്നോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ബേസിക് ഹ്യൂമൻ
റിലേറ്റഡ് സാധനമായിരിക്കും ഞാൻ എഴുതുള്ളൂ. ഒന്നുമില്ല, ചുമ്മാ നമുക്കൊരു കോസ്റ്റും ഇല്ലെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് ചെയ്യണമെങ്കിൽ നമ്മളെ വർക്ക് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൺവേർഷനുള്ള എന്തെങ്കിലും സാധനത്തിൽ ചെയ്യും. ഓക്കെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഞാൻ വെറുതെ ഈ കോൺവെർസേഷന് വിളിച്ചപ്പോൾ വരാന്ന് പറഞ്ഞു? ഓഡിയൻസ് ഒന്നുമില്ല, വെറുതെ വിളിച്ചപ്പോൾ. അല്ല എനിക്ക് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫേസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഞാനും ഇപ്പോൾ കുറേ പോഡ്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓടിയിട്ടുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ എല്ലാ സ്ട്രഗിളും എനിക്കറിയാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പം ചെയ്യുന്ന എല്ലാ സാധനങ്ങളിലും ഒരു പോയിന്റിൽ ഞാനും ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എനിക്ക് മാക്സിമം അങ്ങനെ ഒരാൾ ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പല്ല, എന്തെങ്കിലും റീച്ച് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം ഹെൽപ്പ് ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഇതുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് ഔട്ട്രോ പറയാൻ മറന്നുപോയി. താങ്ക് യു രാഹുൽ ഫോർ ഡൂയിങ് ദിസ്. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്തെങ്കിലും വാല്യുബിൾ ക്രിറ്റിസിസം, എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. രാഹുലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, മീൻസ് സോഷ്യൽസും എല്ലാ കാര്യങ്ങളും. യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. തുടങ്ങാം. ഇത് ചടങ്ങാണല്ലോ തുടങ്ങല്. ചിലപ്പോൾ ഇച്ചിരി പട്ടി, പൂച്ച, കോഴിയൊക്കെ കേൾക്കും. എത്ര നേരം സംസാരിക്കുന്ന കൊള്ളാം, നല്ലൊരു ഇതായിരുന്നു. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യാന്നൊക്കെ നോക്കിയിട്ട് വേണം, പഠിച്ചിട്ട് വേണം. ശരി, ബൈ. ബൈ.